ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ്, അതായത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആ ബിസിനസ്. സാധാരണ എനിക്ക് തോന്നുന്നത് ഏതൊരു ബിസിനസ്സിനും ഒരു പ്രൊഡക്റ്റ് ഹിറ്റ് ആക്കാനാണ് ടൈം എടുക്കുക. പക്ഷെ ഞങ്ങളെ കേസിൽ ഞങ്ങൾക്ക് ആ സെക്കൻഡ് പ്രൊഡക്റ്റ് വൺ ഹിറ്റായി. ഇത്ര പ്രൊഡക്ട്സ് ഇറക്കണം എന്നുള്ളൊരു സാധനത്തിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഈ മാസം നമുക്ക് ഒരു 20 പ്രൊഡക്റ്റ് ഇറക്കണം, അങ്ങനത്തെ സാധനത്തിൽ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾ വളരെ കസ്റ്റമൈസ്ഡ് അങ്ങനെ വിറ്റാൽ മതി എന്നുള്ള തോട്ട് പ്രോസസ്സാണ്. അപ്പൊ അനാർക്കലിന്റെ ഒരു റിവ്യൂ എന്താന്ന് വെച്ചാൽ, ഈ ഡ്രസ് എനിക്ക് ഞാൻ ആക്ച്വലി ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചില്ലേന്ന്, കൊളാബ് കിട്ടിയതല്ല, സ്റ്റോറി ഇടാനേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഡ്രസ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടാണ്. ആക്ഷൻ ബ്ലോഗ് കിട്ടിയപ്പോൾ വിചാരിച്ചു ഒരു 24 hour 48 hour ഒക്കെ ആയിരിക്കുന്നു. പക്ഷെ അത് 1 week ആയിരുന്നു അല്ലെ, 7 days ആയിരുന്നു. കേരളത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇപ്പം കൊല്ലം വരെയൊക്കെയുള്ള നമ്മൾ ഇന്ന് അയച്ച നാളെ തന്നെ എത്തും. പക്ഷെ ഈ സെയിം സാധനം സീസൺ ആകുമ്പോൾ ഇന്ന് അയച്ചാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് എത്തും. ഇപ്പൊ അടുത്തുള്ള ഒരു കേസാണ്. ഇപ്പൊ ഒരു സാധനം അയച്ച് സാധാരണ നാളെ എത്തും, ഈവൻ മറ്റന്നാളെത്തും. ഇതെന്ന് പറഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് എന്തോ ആണ് കൊല്ലത്തേക്ക് എത്തുന്നത്. ഇതിന് സ്ലീവ്സ് ഇല്ല, എനിക്കിത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോ വരുന്ന കസ്റ്റമർക്ക് ഇതിന് സ്ലീവ്സ് വേണ്ടി വരും. അപ്പൊ ഞാൻ ഒബ്വിയസ്ലി ഇതിന്റെ ഒരു സ്ലീവ്സ് ഉള്ള പാറ്റേണിന്റെ ഫോട്ടോ ഉണ്ടോ ചോദിക്കുമ്പോൾ എന്റെ കയ്യിലുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എന്തൊക്കെ. അടിപൊളി, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങള് ഡ്രസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. അതെ, ഓഡിയൻസിനടുത്തിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പെൺകുട്ടികൾ തീരെ വരുന്നില്ല എന്നുള്ള പരാതി. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും 1 അല്ല 3 പേര്. അതും എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്? ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ്, അതായത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആ ബിസിനസ്. സോ ഹക്കാട്ട കൊച്ചൂർ അത് തന്നെയാണ് പേരെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കോ-ഫൗണ്ടേഴ്സ് 3 പേര് നമ്മളെ കൂടെ ഉണ്ട്. സോ സമയം വയ്ക്കാതെ ഞാൻ ഓരോക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹരിപ്രിയ, വെൽക്കം ടു ദ ഷോ. ഖദീജ ഷിൻല, വെൽക്കം ടു. ടാഷ്യ, വെൽക്കം ടു ദ ഷോ. റഷ്യൻ പേരാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിക്ക് ആദ്യം നിങ്ങളൊരു പേഴ്സണൽ ജേർണി എല്ലാവരും 2-3 മിനിറ്റിനോട് പറഞ്ഞു തീർക്കുക. ആൻഡ് ദെൻ വിൽ ഗോ ഇൻ ടു യുവർ സ്റ്റാർട്ടപ്പ് ജേർണി. ഹരിപ്രിയ, ഓക്കെ, സ്കൂള്, കോളേജ്, യു കൻ സേ whatever it is. കോളേജ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കോളേജ് ഞാൻ പഠിച്ചുള്ളത് ബിടെക് ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞ് എല്ലാ എഞ്ചിനീയേഴ്സിന്റെ അവസ്ഥ തന്നെയാണ്. അത് കഴിഞ്ഞ് IT ഫേമിൽ വർക്ക് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് ടൈമേ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ അവിടെ കയറുമ്പോഴത്തേക്ക് ഇവർ രണ്ടാളും ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ 2-3 months ആണ് ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ബോണ്ട് അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലിക്ക് പോയി. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഡെയിലി രാവിലെ എണീറ്റ് പോവുക, വൈകുന്നേരം വരിക, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ഭയങ്കരമായിട്ട്. ഇനി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാഷ്വൽ കോൺവെർസേഷന് അത് ഞങ്ങൾ അധികം പ്ലാൻ ചെയ്ത്, ഓക്കെ ഹക്കറ്റ പേരൊന്നും ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഇരുന്ന് പ്ലാൻ ചെയ്യുന്നില്ല. അതിന്റെ അകത്തേക്ക് എത്താം. എനിക്ക് പേഴ്സണൽ ലൈഫാണ് കുറച്ചുകൂടി അറിയേണ്ടത്. ഹൗ ഡിഡ് യു, എങ്ങനെയാണ് ഓണ്ടർപ്രീനർഷിപ്പിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ പിൽക്കാലത്ത്, അതായത് സ്കൂൾ കോളേജ് ഘട്ടത്തിൽ എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ആ മൊത്തത്തിലുള്ള തോട്ട് പ്രോസസ് ടിൽ യു റീച്ച് ആ ഫസ്റ്റ് ജോബ് ഉണ്ടല്ലോ, അവിടെ എത്തണ്ട? ഓക്കെ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം എന്നുള്ളത്. അന്നും സ്റ്റാർട്ടിങ് നമുക്ക് മൈൻഡിലുണ്ടായിരുന്നു ക്ലോത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് ഫ്രണ്ട്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലും ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കൊരു പ്ലാനോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് കൂടിയിരുന്ന് അപ്പൊ നമുക്ക് പ്ലാനിങ് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ചെരുപ്പിന്റെ
ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് റാൻഡം ആയിട്ട് നമ്മൾ സംസാരിച്ച് അതിലൊതുങ്ങി പോയിരുന്നു ചെയ്തിട്ടുണ്ടായത്. സ്പാർക്ക് ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. ഓക്കെ. ഖദീജ ഷിംല മുസൂരി. ഓക്കെ, നിങ്ങളെ കഥ എന്താണ്? ഞാന് മാസ്റ്റേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാംസ് കഴിഞ്ഞിട്ട് ഒരു 1 വീക്കൊക്കെ ആയപ്പോ ഞാനിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട്. അങ്ങനെ ഞാൻ ടാഷിന്റെ പേഴ്സണൽ അക്കൗണ്ട്, ടാഷ് ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ട് അവിടെ പോയി അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ ചേർന്ന്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് തന്നെ അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിച്ചു. പക്ഷെ ഞാൻ അവിടെ വല്ലാതെ നിന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ക്ലോത്തിങ്ങിന്റെ കാര്യങ്ങൾ, ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്, മേക്കപ്പിന്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഭയങ്കര ഈ ഒരു മേഖല കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോ ഈ ബ്രാൻഡ്സും അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ടാഷിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് ദേവഗിരി കോളേജ് ആയിരുന്നു ഞാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ടൈമിൽ +2 കഴിഞ്ഞിട്ട് എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ BSc മാത്തമാറ്റിക്സിൽ എത്തുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ കോഴ്സിനോടുള്ള ഇഷ്ടം പോയി. പിന്നെ ഞാൻ നേരെ PG ചെയ്യണത് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമില് PG കുറച്ച് കഴിഞ്ഞ ടൈമിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 1 to 2 വീക്സിൽ ഞാൻ വർക്കിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആയതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്റെ കരിയർ കോപ്പി റൈറ്റർ ആയിട്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ചെറുതായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മോഡലിംഗ് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ അതിന്റെ മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു പേഴ്സണലി ഉള്ളൊരു പേജ് തന്നെ കുറച്ചിങ്ങനെ ഫോളോവേഴ്സിനൊക്കെ കൂട്ടി അങ്ങനെ വരുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ ഞാൻ 1 year ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഇവർ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ. പക്ഷെ ഞാൻ PG പഠിക്കുന്ന ടൈമിൽ എനിക്ക് വേറൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്റെ സ്വന്തമായിട്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾ ഹക്കറ്റിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളൊരു കളക്ഷൻ ഇറക്കും, അത് ഇഷ്ടാവുന്നവർ വാങ്ങാം. പേഴ്സണൽ കസ്റ്റമൈസേഷന്റെ പരിപാടിയില്ല. പക്ഷെ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ കസ്റ്റമൈസേഷൻ ആയിരുന്നു. അതായത് ഒരാൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാണ് എന്താ വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളെ കഥ തുടങ്ങുന്നത് ആ ഒരു കമ്പനിയിൽ വെച്ചിട്ടാണ്. ഈ കമ്പനി എവിടെയായിരുന്നു? ഹൈലൈറ്റിലായിരുന്നു, ബിസിനസ് പാർക്കിൽ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ വിത്ത് എവിടെ നിന്നാണ് വരുന്നത്? ഇനീഷ്യൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് ഒരു 3 to 4 months ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് ഹരിപ്രിയ ഇറങ്ങി, പിന്നെ ഷിമു ഇറങ്ങി, ഞാൻ ഇറങ്ങി. അപ്പം ഞങ്ങൾ ഇറങ്ങിയ ടൈം, ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ടൈമിലാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം വന്നത്. അപ്പം കല്യാണം ആയപ്പോൾ ഒബ്വിയസ്ലി കൊളീഗ്സ് എല്ലാവരും വരുമല്ലോ. അപ്പം എല്ലാവരെയും വിളിച്ച് അങ്ങനെ കല്യാണത്തിനൊക്കെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിനുശേഷം ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 4 to 5 months ഒക്കെ കഴിഞ്ഞപ്പം ഓഫീസിലത്തെ എല്ലാരും കൂടെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഓഫീസിന് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ലിങ്കാ ഉള്ളില്. അവിടെയുള്ള എല്ലാരും നല്ല രസമായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഓഫീസില്? 23-25 ഉള്ളില്. നൈസ്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കണം എന്റെ എംപ്ലോയീസ് ഇങ്ങനെ പോവും, ടൂറൊക്കെ പോവും, നമ്മളറിയാണ്ട്. മീൻസ് അതിലുള്ള ഇല്ലാത്തവരും ഉണ്ടാവും. കോർ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒരു 5 to 6 months ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പക്ഷെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഞങ്ങള് കപ്പിൾസ് മാത്രമായി, അതായത് ഞങ്ങളെ പാർട്ട്നേഴ്സും ഞങ്ങളും മാത്രമായി. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞു? നേരത്തെ? ഓ, എന്നേ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോ അങ്ങനെ ഞങ്ങൾ 6 ആൾക്കാരും കൂടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോയി. അല്ല, ഇത് ശരിക്കും ഒരു കപ്പിൾ പിന്നെ ഫാമിലി ട്രിപ്പ് ആയിരുന്നു പ്ലാൻ ചെയ്തത്? അല്ല, ഫ്രണ്ട്സ് ട്രിപ്പ് ആയിരുന്നു. അത് ഫാമിലി ട്രിപ്പ് ആയി മാറി, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയി. ബാക്കി ആരും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഓ, വെരി ഗുഡ്. അപ്പൊ വരുന്നവര് വന്നോ, ഞങ്ങൾ പോവാന്നുള്ള സീനായി. ഓക്കെ. അപ്പോ ഞങ്ങളെ പാർട്ട്നേഴ്സ് ഒന്നും അത്ര, അതായത് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്, കമ്പനിയാണ് അറിയാം അങ്ങനെ ഉള്ളത്. പക്ഷെ ഈ ഒരു ട്രിപ്പോട് പോയിട്ട് ഞങ്ങളത് ഭയങ്കര ക്ലോസ് ആയി. പിന്നെ ഞങ്ങളെ ഈ എപ്പോഴെങ്കിലും ഉള്ള മീറ്റപ്സ് ഒക്കെ റെഗുലർ ആവാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഷിമു കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇടയ്ക്ക് ഓളടുത്തേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഞങ്ങൾ എല്ലാവരും റൂമിലാണ്, 3 റൂം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും റൂമിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കിടന്നിട്ട് 30 ഒക്കെ ആവാനായി, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മീംസ് ഫുൾ ഇതാണ്, അല്ലെങ്കിൽ ഒക്കെ കാണിക്കുന്നത് പറയാൻ പാടില്ല. ഞാൻ 20s-ലാട്ടോ. ഞാൻ late 20s. അപ്പോ
അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 30 ആകുമ്പോഴേക്കും ഒരു 3 സോഴ്സസ് ഓഫ് ഇൻകം എങ്കിലും വേണമെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയാണ് ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എങ്കിലും വേണ്ട ഒരു ടൈമൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര റാൻഡം ആയിട്ടുള്ള ഡിസ്കഷനാണ്. സാധാരണ എല്ലാ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോലെ അത് അവിടെ എൻഡ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്താ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ മേക്കപ്പിനെ പറ്റി ചിന്തിച്ച്. പക്ഷെ മേക്കപ്പ് എന്ന് വെച്ചാൽ ഏർലി റൈസേഴ്സിന്റെ പണിയാണ്. ലൈക്ക് പുലർച്ചയ്ക്ക് പോകണം മേക്കപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്കൊക്കെ രാവിലെ എണീക്കാൻ മടിയുള്ള ആൾക്കാർ. അപ്പൊ ഞങ്ങളെ കൊണ്ട് നടക്കില്ല ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അത് പണ്ടേ നമുക്ക് ഉറപ്പാണ്. നമ്മൾ എന്തെങ്കിലും കോഴ്സോ എന്തെങ്കിലും ചെയ്യണം. കാരണം ഇതിനെ കുറിച്ച് ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഒരാളെ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് അതിൽ ഇടണല്ലോ. അല്ല ഇതിൽ എഫേർട്ട് ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണല്ലോ. അപ്പൊ നമ്മള് സഡൻലി തന്നെ നെക്സ്റ്റ് തോട്ട് വന്ന് ഓക്കെ കോഴ്സ് ഒന്നും അല്ല പ്രശ്നം, രാവിലെ എണീക്കാൻ പറ്റൂല. പിന്നെ അതിന്റെ ഇടയിൽ ഈ IT കമ്പനിയിൽ പോകുന്നതിന്റെ മടുത്ത് ഇനി ഞാൻ പോകൂല. അതാണ് ഞങ്ങൾ രണ്ടാളും ഒരു സമയത്താണ് കൊച്ചിയിലുണ്ടായിരുന്നത്. അപ്പൊ ഇവള് ഞങ്ങൾ രണ്ടാളും ലേറ്റ് ആയിട്ട് പോവും, ഞങ്ങക്ക് പോണമെന്നില്ല. അപ്പൊ അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് നിർത്തിയെങ്കിൽ എന്നുള്ള ആ ഒരു മൊമെന്റിലാണ് ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലാൻ. ഓക്കെ, അപ്പൊ മേക്കപ്പ് വേണ്ടെന്ന് അപ്പം തന്നെ തീരുമാനമായി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? പിന്നെ ഓവർ ചിന്തിച്ചില്ല. പിന്നെ ഏറ്റവും അടുത്ത് അറിയുന്നത് ക്ലോത്ത് ആണ്. ലൈക്ക് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു സെൽഫ് ഇൻട്രസ്റ്റ് ആണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അതെ, നമുക്ക് എല്ലാവർക്കും സൗണ്ട് കുറയ്ക്കാട്ടോ. ഓഡിയൻസ് ഇവിടെ പിന്നെ ഒരു കോ ലിവിങ് സ്പേസും കൂടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ സൗണ്ട് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ക്ലോത്ത് ആണ് ഒരു ഇൻട്രസ്റ്റ്. കോമൺ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഡ്രസ് ചെയ്യാൻ ഇഷ്ടമാണ്, ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ പൊതുവെ ലൈക്ക് ലേഡീസും ക്ലോത്ത്സും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണെന്നുള്ള ഞങ്ങൾക്ക് തുടങ്ങിയപ്പോ മനസ്സിലായി. അതെനിക്കറിയാം, എന്റെ വൈഫിനോട് ചോദിച്ചാൽ മതി. അവർക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു 4-5 ഡ്രസ്സ് ഇതുവരെ ഇടാത്ത ഡ്രസ്സ് മാറിയില്ല, എപ്പോഴും ഉണ്ടാവും. പുറത്തു പോകുമ്പോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് കണ്ടിട്ട് പറയും അല്ല ഇന്നൊന്ന് സിൽക്കി പോയാലോ, നേരെ അടുത്താ വീട്. ഇനി പറഞ്ഞാൽ മതി ഹക്കറ്റിന്ന് വാങ്ങാം. ഇതിപ്പം കണ്ടേ ഓക്കത് ഇങ്ങനെ ഒരു പിന്നെ ബ്രാൻഡ് ഇല്ല അറിയില്ലായിരുന്നു. ഇനിയിപ്പൊ എനിക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിട്ടാണോ എന്നോട് പറയാനുള്ളത്? ഓക്കെ, സോ അങ്ങനെ അപ്പൊ ഒരു കോമൺ ഇൻട്രസ്റ്റ് വന്ന് പിന്നെ പേരിനെ പറ്റി ചിന്തിച്ചില്ല. ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ ആക്ച്വലി ഞങ്ങൾ അത്ര സീരിയസ് ഒന്നും ആയിരുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അത് കിട്ടിയ പോയാ ആ ഒരു തിരിച്ചു വരുമ്പോഴാണ് പേര് എന്താ പേര് ഹക്കറ്റ. അറ്റ്ലീസ്റ്റ് ഒന്ന് പേര് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അതായത് കാ ഫസ്റ്റ് വന്ന് അതൊന്ന് ജംബ്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്തിട്ട് നോക്കാൻ പോലുള്ള ഒരു ശ്രമം. സമ്മതിച്ച് നിങ്ങളെ പുള്ളി ഷിംല എന്തായിരുന്നു? ഖദീജ ഷിംല. ഷിംല എന്നല്ല വിളിക്കുന്നത്. ഫസ്റ്റ് നെയിം കാ ആയിപ്പോയി, അല്ലെങ്കിൽ SI ആക്കിയ SH ഇല്ല. ഓക്കെ, അപ്പൊ തിരിച്ചു വരുമ്പോ നിങ്ങൾ തീരുമാനമാക്കി ഹക്കറ്റ. ഓക്കെ, പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 1 മന്തിന്റെ ഉള്ളിൽ തന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓണായിരുന്നു. ഓണം കഴിഞ്ഞ് നവമീന്റെ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു പ്രൊഡക്റ്റ് എങ്കിലും ലോഞ്ച് ചെയ്യണം എന്നുള്ളതിൽ എല്ലാവർക്കും ജോലിയുണ്ട് ഇപ്പോഴും. എല്ലാരും അപ്പോഴത്തെ ജോലിയൊക്കെ നിർത്തി ഫ്രീലാൻസ് മാത്രമാക്കി. ഫ്രീലാൻസ് ആയിട്ടുണ്ട്. പിന്നെ ഇത് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആണല്ലോ. ഫസ്റ്റ് സോഴ്സ് പറയുമ്പോൾ ഫ്രീലാൻസർ ആണ്. ഇതിലേക്കൊരു ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ മറ്റേതെന്ന് ഒബ്വിയസ്ലി അങ്ങനെ തുടങ്ങാനാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാം, ജോലി വിട്ടിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ഇതാകുമ്പോഴുള്ള ഒരു സേഫ് സോൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ആൻസർ ചെയ്യേണ്ട. പൊട്ടിയോ ബിസിനസ് പൊട്ടി പൈസ അത്രേ ഉള്ളൂ. പക്ഷെ പൊട്ടാനുള്ള എമൗണ്ട് ഇതിലേക്ക് ഇട്ടില്ല എന്നുള്ളതാണ് വേറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള കാര്യം. കാരണം നമുക്കൊന്ന് സ്റ്റാർട്ടിങ് നമ്മൾ 2000 റുപ്പീസ് എന്തോ ഇട്ടിട്ടല്ലേ ഉള്ളൂ ഫസ്റ്റ്, അത്ര ഇട്ടിട്ടുള്ളൂ. കൊറേ കാശ് ഇടേണ്ടി വന്നില്ല. ഓക്കെ, അപ്പൊ എന്നിട്ട് പിന്നെ പേരിട്ട് പിന്നെ അടുത്ത എന്താണ് ഒരു പിന്നെ ഞങ്ങള് നവമീന്റെ ഷൂട്ടാണ് പ്ലാൻ. പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണോ ഓൾറെഡി? നിങ്ങൾക്ക് അപ്പൊ എത്ര? ഞാൻ ആക്ച്വലി ഇൻഫ്ലുവൻസർ എന്നുള്ള ടേമിന് അങ്ങനെ ഒരു ഇത് കൊടുക്കില്ല. ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. വെരി ഗുഡ്, ഞാനും അതാ പറയുന്നത്. ഇൻഫ്ലുവൻസർ ഒരു നെഗുണ്ട്. നെഗല്ല, ഞാൻ അത്ര ഒരു കംഫർട്ടബിൾ അല്ല ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര ഫാൻ ഫോളോയിങ് ഉണ്ടാവും? ആ ടൈമിൽ എനിക്ക് തോന്നുന്ന ഒരു 30, ആ സമയത്ത് 35K 40 ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ 50 എബോവ് അങ്ങനെ അത്ര. അപ്പം ഞങ്ങള് നവമിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഞങ്ങള് സേഫ് സോൺ ആയിട്ട് കിഡ്സിന്റെ കളക്ഷൻ ഇറക്കാന്ന് പറഞ്ഞിട്ട്
ഞങ്ങൾ കോഴിക്കോട് അന്ന് ഞങ്ങൾ മാർക്കറ്റോ കാര്യങ്ങളോ നോക്കിയിട്ടില്ല. ഒരു ലോഞ്ചിങ് വീഡിയോ ഉണ്ടായിരുന്നു നമ്മള് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ട്. അല്ല, അത് ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡ്രസ്സ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് ഞങ്ങൾ കുട്ടികളെ വെച്ചിട്ടൊരു ഡ്രസ്സ് കളക്ഷൻ ഇറക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോഴിക്കോട് തന്നെ പോയിട്ട് ഭയങ്കര ലോക്കലായിട്ട് ഇവിടുന്ന് എവിടെന്നാണോ ഹോൾസെയിൽ കിട്ടാ റീറ്റെയിൽ ആയിരുന്നു ഫസ്റ്റ് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. 2000 rupees ആണ് പെർ ഹെഡ് ഇട്ടത്. പെർ ഹെഡ് 2000 ഇട്ടിട്ട് നമ്മളൊരു കിഡ്സ് കളക്ഷൻ ചെയ്തു. 6,000 അതായത് 3 ആൾക്കാർ കൂടെ. മനസ്സിലായി. എന്നിട്ട് നമ്മൾ അത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ അതായത് ഇങ്ങനെ ഒരു സാധനം ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ 3 പേരും ഞങ്ങൾക്ക് 3 ഡ്രസ്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു. അത് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം റീച്ച് പോയ ഒരു വീഡിയോ. അല്ല, അപ്പൊ കിഡ്സിന് എന്താക്കി? കിഡ്സിന്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തു വെച്ചു പ്രൊഡക്റ്റ് ലോഞ്ചിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ബ്രാൻഡ് ലോഞ്ച് ചെയ്യണല്ലോ. സോ ഞങ്ങള് ഫസ്റ്റ് കിഡ്സിന്റെ ഷൂട്ട് ചെയ്തു. കാരണം ഒരു പ്രൊഡക്റ്റ് ഇടണല്ലോ പേജ് ആയി കഴിഞ്ഞാൽ. അപ്പൊ അത് ഫസ്റ്റ് ചെയ്ത് അയച്ചു. അതിന് ശേഷം ഞങ്ങളെ ബ്രാൻഡ് ലോഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ദിവസം 3 ആൾക്കാർ 3 ഡ്രസ്സൊക്കെ ചെയ്തൊരു ഷൂട്ട് ചെയ്തു. ആൻഡ് അത് ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം റീച്ചൊക്കെ കിട്ടി. അതിനുശേഷം കിഡ്സിന്റെത് ഇട്ടു. കിഡ്സിന്റെ ഇട്ടപ്പം ടു ബി ഫ്രാങ്ക് ഞങ്ങൾക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് പ്രൊഡക്റ്റ് ഇട്ടപ്പം സാധാരണ എനിക്ക് തോന്നുന്നത് ഏതൊരു ബിസിനസ്സിനും ഒരു പ്രൊഡക്റ്റ് ഹിറ്റ് ആക്കാനാണ് ടൈം എടുക്കുക. പക്ഷെ ഞങ്ങളെ കേസിൽ ഞങ്ങൾക്ക് ആ സെക്കൻഡ് പ്രൊഡക്റ്റ് വൺ ഹിറ്റായി. ലൈക്ക് ഞങ്ങൾക്ക് അത് സോൾഡ് ഔട്ട് ആയി. റീസ്റ്റോക്ക് ചെയ്യും, സോൾഡ് ഔട്ട് ആവും. ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്ന പ്രൊഡക്റ്റ് ലൈക്ക് നമുക്ക് ആ ഒരു റോ മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ആയത്. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് നിങ്ങൾ ഇട്ട കണ്ടന്റിന്മേലാണ് ആ ഓർഡർ വന്ന് അത് ഞാൻ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. എന്റെ പേജ് ത്രൂ ഹക്കറ്റൻ കൊളാബേറ്റ് അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഡൊമൈൻ ഒക്കെ രജിസ്റ്റർ ചെയ്തോ? ഡൊമൈൻ ഞങ്ങൾക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് 6 months ഒക്കെ കഴിഞ്ഞ ശേഷമാണ് രജിസ്റ്റർ HakataKochur.com. ഓക്കെ നൈസ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എൻക്വയറീസ് വല്ലാതെ വന്നു. അല്ല, ഞങ്ങള് ആക്ച്വലി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ധാവണി നവമിന്റെ സീസൺ, അപ്പൊ നമുക്ക് ധാവണി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് സ്കേർട്ടിന്റെ മെറ്റീരിയൽസ് എടുക്കണല്ലോ. പോയി ബ്ലൗസിന്റെ മെറ്റീരിയൽ കിട്ടി. ഇനി മാച്ചിങ് ആയിട്ടുള്ള സ്കേർട്ടിന്റെ മെറ്റീരിയൽ. അപ്പൊ കോഴിക്കോട് ഒരു വിധം എല്ലാ ഷോപ്പും കയറി കിട്ടുന്നില്ല. ഒരു ബേൺഡ് ഓറഞ്ച് കളർ ആയിരുന്നു. അപ്പൊ അതിന് പറ്റുന്ന ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങള് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഈ തുണി പക്കയാണ്, ഇത് കറക്റ്റ് കളർ കിട്ടി. അപ്പൊ ഇവിടെ അളവിലാണല്ലോ അടിക്കുന്നത്. അപ്പൊ നമ്മളത് കൊണ്ടുപോയി ഫസ്റ്റ് നമ്മള് പുറത്ത് ഫ്രീലാൻസ് ആയിട്ട് കൊടുത്തായിരുന്നു സ്റ്റിച്ച്. നമുക്ക് യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ടിങ്ങില്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതെ, അവിടെ കൊടുത്തു, മെഷർമെന്റ് ഒക്കെ എടുത്തു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പാണ് അവർ പറയുന്നത്, മോളെ ഇതുകൊണ്ട് ഒരിക്കലും വലിയ ആൾക്ക് അടിക്കാൻ പറ്റില്ല, ചെറിയ കുട്ടികൾക്ക് അടിക്കുന്ന സ്കേർട്ടിന്റെ ആ ഒരു വിട്ട് ആ തുണിക്കുള്ളൂ. അത് ഞങ്ങൾ അതൊരു റോൾ എടുത്തിട്ട് അതാ ഞങ്ങൾക്ക് ആദ്യത്തെ പണി കിട്ടി. അത് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് ആണ് കംപ്ലീറ്റ്ലി. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതൊരു ട്രയൽ ആൻഡ് എറർ എന്നുള്ള പോലെ തന്നെയാണ്. അല്ലെങ്കിൽ കുറ്റം ഒരിക്കലും സമ്മതിക്കരുത്. നമ്മളടുത്ത തെറ്റത് അല്ല, കുറ്റുണ്ട്. ഞങ്ങൾ തന്നെയാണല്ലോ ഞങ്ങൾ തന്നെയാണ് മോഡൽസ്, ഞങ്ങൾ തന്നെയാണ് പ്രൊമോട്ട്. ഞങ്ങൾക്ക് ഇട്ടിട്ട് ഞങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് ഇറക്കുള്ളൂ. ഞങ്ങൾക്ക് നോക്കി നെക്സ്റ്റ് ഒരു സ്കേർട്ടിന് തുണി എടുക്കാൻ പോകുമ്പോ പിന്നെ ഞങ്ങൾ ആ തുണി വാങ്ങൂല. ഞങ്ങൾക്ക് അറിയാം ഇത്ര ഇഞ്ചിന്റെ ഇത് വേണം എന്നുള്ളതായല്ലോ. അല്ല, അങ്ങനെ തന്നെയാണ്. ഞാൻ തമാശ എടുക്കരുത് പറയും. ഞങ്ങള് സീരിയസ് ആവില്ല. ഓക്കെ, അപ്പൊ അത് എടുത്തപ്പോ എന്ത് സംഭവിച്ചു? അടിക്കാൻ കൊടുത്തു. ആദ്യത്തെ ഡെഡ് സ്റ്റോക്ക് എന്താന്ന് പഠിച്ചു. പിന്നെ അവള് ഷൂട്ട് ചെയ്തതുള്ളായിരുന്നു. പിന്നെ അതിന്റെ ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റിന്റെ ഷൂട്ടിങ്ങിന് പോവാ ഫറൂഖ് അതൊരു അമ്പലത്തിൽ നിന്നായിരുന്നു ഷൂട്ട്. കാരണം ഹാഫ് സാരി ആണല്ലോ. ധാവണി. അതെ, ഷോൾ എറിഞ്ഞിട്ടുള്ള ഷൂട്ടൊക്കെ ഞങ്ങൾക്ക് മെയിൻ ആയിരുന്നു. പ്രൊഡക്റ്റ് വിസിബിലിറ്റിന്റെ. അപ്പൊ അതൊക്കെ നല്ല രസമായിരുന്നു. കാരണം ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തുതരാനോ ആൾക്കാർ. പിന്നെ ഞങ്ങളൊരു എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കിഡ്സിന്റെ പ്രൊഡക്റ്റ് ഒരു സ്കേർട്ടും ബ്ലൗസ് ആയിരുന്നു. അതിട്ടപ്പോ ഞങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇതിന് ഫസ്റ്റ് എൻക്വയറി വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ എൻക്വയറി വരാൻ തുടങ്ങി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മള് വാട്സാപ്പ് ബിസിനസ് തുടങ്ങിയിട്ടോ ഇത് ഇങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. കാരണം അത് ഫ്രഷ് ആണല്ലോ. അതായത് ഇപ്പൊ റിക്വസ്റ്റ് അപ്പൊ തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യും. ഇതിങ്ങനെ നോക്കി നിൽക്കുക വരട്ടെ. അല്ല, അന്ന് ഇൻസ്റ്റഗ്രാം ആണല്ലോ നമ്മള് പോസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇൻസ്റ്റഗ്രാമിലുണ്ട്, കയ്യില് വാട്സാപ്പ് ഉണ്ട്. അപ്പൊ ഇതിലിങ്ങനെ വരാതെ ഞാൻ വാട്സാപ്പ് ഹാൻഡിൽ ചെയ്യാണ്. അപ്പൊ ഇതിലൊന്നും വരാനില്ലല്ലോ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാണ്. പിന്നെ ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയ ശേഷമാണ് ആദ്യമായിട്ട് മെസ്സേജസ് ഒക്കെ വരാണ്.
അപ്പൊ ആ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിന്റെ പേരൊക്കെ സേവ് ചെയ്യാനൊക്കെ ടൈം ഉണ്ട്, അതൊക്കെ സേവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഹരിക്കിപ്പോഴും അറിയാം ഫസ്റ്റ് കസ്റ്റമറുടെ പേര്. ഞങ്ങൾക്ക് കസ്റ്റമറിന്റെ പേര്. കസ്റ്റമർ ഈ ഒരു പ്രൊഡക്റ്റ് അത് ആ സമയത്ത് ആ ദിവസം തന്നെ കിട്ടിയോ ആ ഓർഡർ? അത് 2-3 ദിവസമാണ് കിട്ടിയത്. റീല് പോസ്റ്റ് ചെയ്ത സമയത്താ തോന്നുന്നു. ഷൗട്ട് ഔട്ട് ടു സൂര്യ. സൂര്യന്റെ ഫുൾ നെയിം എന്താ? സൂര്യ ഞങ്ങൾ ഡയറക്റ്റ് കൈ കൊണ്ട് കൊടുക്കുകയാണോ ചെയ്തിട്ട് സൂര്യക്ക് നമുക്ക് കൊറിയർ ചെയ്തിട്ട് കൊറിയർ ചെയ്ത് വേറെ ഏതൊരു കസ്റ്റമർക്ക് ഞങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ വന്നൊരു ഓർഡർ കോഴിക്കോട് തന്നെ ആയപ്പോ എനിക്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ആ ഭാഗത്ത് എന്തെന്ന് അപ്പൊ നമ്മള് ഡയറക്റ്റ് കയ്യിൽ കൊണ്ട് കൊടുക്കും. സൂര്യ എവിടെയായിരുന്നു? സൂര്യ ഇവിടെ അല്ല, കേരളത്തിൽ കേരളത്തിൽ എവിടെയോ ഒന്നാണല്ലേ? ഡീറ്റെയിൽ ആയിട്ട് ഓർക്കുന്നില്ല. ആ ടൈമിൽ നമുക്ക് നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ ഒരു വരുന്ന കസ്റ്റമേഴ്സിന്റെതും എല്ലാരെയും ഓൾമോസ്റ്റ് പേരറിയാം, സ്ഥലം അറിയാം. പ്രൊഡക്റ്റ് പോയോ നല്ല ചോദിക്കാം, സൂര്യന്റെ സാധനം പോയിട്ടില്ലേ എന്താ. അത് പക്ഷെ ഇപ്പോഴും മേ ബി കുറച്ചൊരു ടൈം പീരീഡിൽ നമ്മൾ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓർഡർ വന്നു. ഓക്കെ, എന്നിട്ട് ഓർഡർ വന്ന് അപ്പൊ നിങ്ങള് ആ പിന്നെ കുട്ടിയൊക്കെ എടുത്ത ആ സാധനം ഡെഡ് സ്റ്റോക്ക് ആയി, കുട്ടികൾക്ക് പോയി. ഓക്കെ, ആ ടൈമിൽ പോയില്ല. അപ്പൊ നിങ്ങൾ വേറൊരു സാധനം എടുത്ത് നിങ്ങള് പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഫ്രണ്ട്സ് ആണ്. ഓൾറെഡി കോണ്ടന്റ് ക്രിയേറ്റർ ആയതിന്റെ ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. അപ്പൊ നല്ല ആ ഷൂട്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല രസത്തിൽ കണ്ടാൽ നമുക്ക് വാങ്ങിക്കാൻ സ്ക്രീനിൽ കൊടുത്തോളൂ. കൊളാബ്സിന് അപ്പൊ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തെ പെട്ടെന്ന് കുറെ ആൾക്കാര് ഫോട്ടോഗ്രാഫേഴ്സ് വരും. ബിഹൈൻഡ് ഞാനും ഷിംലേറ്റ് എങ്ങനെ വേണം ഡ്രസ് ഇങ്ങനെ ഷൂട്ട് എടുക്കണം കറക്റ്റ് പറഞ്ഞു. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. അതെ 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 ഞങ്ങൾക്കുള്ള മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണരുത്, പ്രൊഡക്റ്റ് കാണണം. ഞങ്ങൾ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് ഞങ്ങൾ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് അതന്നെ പറയും. അവള് കാരണം ഫോട്ടോഗ്രാഫർ ബോഡി ഇവളെ പ്രൊമോട്ട് ഇവളെ പേജ് ത്രൂ ആണല്ലോ അയാൾക്ക് അതല്ലല്ലോ. അതെ അതെ കറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് കൊളാബ് ചെയ്തു ബിക്കോസ് ഷീസ് എ കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ഓർഡർ വന്ന് വീണ്ടും വീണ്ടും ഓർഡർ വരാൻ തുടങ്ങി ഇതേ സാധനത്തിന്. പിന്നെ അതിന്റെ നമ്മള് കളർ ചേഞ്ചസ് ഇറക്കി. അപ്പോഴേക്കും ഞങ്ങള് ബാംഗ്ലൂർ പോയി സോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം കിട്ടി. ഓ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ നടക്കുന്നുള്ള സാധനം കിട്ടി. ഇവിടുന്ന് കിട്ടുന്ന റേറ്റിനേക്കാളും റേറ്റ് കുറവാണ് ബാംഗ്ലൂർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് പോയി എല്ലാരും കൂടെ. അത് ഞങ്ങൾ പോവൊക്കെ എങ്ങനെയാണ്, ഞങ്ങളെ ബഡ്ജറ്റ് അല്ല ഒരു വണ്ടിയിലാണ് ഞങ്ങൾ എല്ലാരും പോവാ. ആ വണ്ടിയിലായിരിക്കും എല്ലാ ലഗേജും സാധനങ്ങളും അട്ടിക്കട്ടിക്കിട്ടിരിക്കും. സാധനം കൂടെ കൊണ്ടുവരാനുള്ള ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? കൊറിയർ ആണല്ലോ, അത് കൊറിയറാണ്, നിങ്ങൾ കൊണ്ടുവരില്ല. എവിടെ പോയാലും 2 പെട്ടി നിർബന്ധം. ഓക്കെ, അപ്പൊ പിന്നെ അപ്പൊ പിന്നെ നിങ്ങളെ ഭർത്താക്കന്മാരെയും കൊണ്ടുപോകുന്നു. കൊണ്ടുപോകുന്നല്ലേ വരുന്നതാ. ശരി എന്നാല് ഓക്കെ, ഞാൻ ഒന്നും പറയില്ല. ഓക്കെ, അപ്പൊ അത് കൊണ്ടുവന്ന് എന്നിട്ട് എന്ത് സംഭവിച്ചു? ബാംഗ്ലൂർ മാർക്കറ്റ് പോയി. വൈ ബാംഗ്ലൂർ? ബാംഗ്ലൂർ ആണോ? ഞങ്ങൾ അന്ന് അറിഞ്ഞേല് വെച്ചിട്ട് ഞങ്ങൾക്ക് സാധനം കിട്ടുന്ന. അല്ല, ഞങ്ങൾക്ക് അന്ന് സൂറത്ത് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ അന്ന് പോവാൻ. കാരണം ബാംഗ്ലൂർ ഫ്രണ്ട്സ് ഉണ്ട്, സ്റ്റേക്ക് പൈസ വേണ്ട. അതെ, പിന്നെ സൂറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ വലിയൊരു ബഡ്ജറ്റ് ഇടണം. അപ്പൊ നമുക്ക് അതിനോടൊരു ഇതില്ലായിരുന്നു. ബാംഗ്ലൂർ ബിക്കോസ് ബാംഗ്ലൂർ ഞങ്ങളെ ബഡ്ജറ്റ് മെറ്റീരിയലിനും വേണ്ടിട്ട് മാത്രം പെർ ഹെഡ് 10,000 ഞങ്ങൾ വിട്ടത്. നിങ്ങൾക്ക് പോവാൻ ഇതിലും കൂടുതൽ ചെലവ് വരുമല്ലോ. അത് മറ്റേ അല്ല, എനിക്ക് തോന്നുന്നത് പാലാട്ടികൾ ഉണ്ടല്ലോ. ഇവർക്ക് ചെലവുണ്ടാവൂല, ഞങ്ങളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലായിടത്തേക്കും പ്ലാൻ ചെയ്യാം. ഇതിപ്പോ ലാഭമായല്ലോ. അല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷെ ഞങ്ങൾ പോകുമ്പോ ഒരിക്കലും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവില്ല. പിന്നെ ഓരോന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, പിന്നെ ഞങ്ങൾ ഈ ബാംഗ്ലൂർ പോയപ്പോ തന്നെ എനിക്ക് തോന്നുന്നു അക്കൗണ്ട്സ് മാനേജ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. 30K പ്രൊഡക്ട്സിന് ഇട്ടിട്ട് അറൌണ്ട് ഒരു 47-50 ഞങ്ങളുടെ ചെലവ് മാത്രമേ. അതെ, വെരി ഗുഡ്. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ആ മെറ്റിട്ടാ മതി കേട്ടോ, നമ്മളെ നസ്രിയന്റെ. ഓക്കെ, ബാംഗ്ലൂർ എത്തി. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ചിക്പേട്ട മാർക്കറ്റിലല്ലേ നമ്മൾ ഫസ്റ്റ് ചിക്പേട്ടിൽ പോയി. അവിടെയാണ് ഹോൾസെയിൽ മാർക്കറ്റ് റേറ്റ് കുറവെന്ന് ഞങ്ങൾ പോയി നോക്കിയപ്പം ലോകത്തില്ല എവിടെ ഇല്ലാത്ത റേറ്റ് അവിടെ. അന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല, പക്ഷെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ അത് റേറ്റ് തന്നെയായിരുന്നു. അത് ഹോൾസെയിൽ റേറ്റിനല്ല നമുക്ക് തരാൻ നോക്കിയത്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിന്നെ വേറൊരു RC പുരം എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ എത്തിയപ്പം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പിന്നെ ഞങ്ങള് ഫസ്റ്റ് ഇറക്കി ഹിറ്റായി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ദേവയാനി എന്നായിരുന്നു ആ ഒരു കളക്ഷന്റെ പേര്. അപ്പം ആ കളക്ഷന്റെ കളർ ചേഞ്ചിലുള്ള ഫാബ്രിക്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പൊ പിന്നെ ഷുവർ ഷോട്ട് ആണല്ലോ, ഓൾറെഡി ഹിറ്റ് ആയ കളക്ഷൻ. ആൾക്കാർ ഓൾറെഡി ചോദിക്കുന്നുണ്ട് വേറെ കളേഴ്സ് അവൈലബിൾ ആണോ എന്ന്. അപ്പൊ അതിന്റെ ഒരു 3 കളേഴ്സ് കൂടെ നമ്മള് അവിടെ നിന്ന് എടുത്തു. സെയിം മെറ്റീരിയൽ, സെയിം ഫാബ്രിക്. പിന്നെ അല്ലാതെ നമ്മള് ബീഗത്തിന്റെ മെറ്റീരിയൽസ് അല്ലാതെ വേറെ കുറച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാബ്രിക്സ് ഒക്കെ സോഴ്സ് ചെയ്ത്. ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുത്ത്
കാണാൻ ഭംഗി തോന്നിയത് എടുത്തിട്ടുണ്ട്. കാരണം അവിടുന്ന് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഹിറ്റ് ആണെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ സെല്ലറെ കണക്ട് ആയി കിട്ടിയല്ലോ. കറക്റ്റ്, അവര് അയച്ചെന്നോളും. സെല്ലേഴ്സിനെ കണക്ട് ചെയ്യാം. ഞങ്ങൾ ഇപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട് സെല്ലേഴ്സിനൊക്കെ. സോ അത് കഴിഞ്ഞൊരു 3 to 4 days അല്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ട്രിപ്പ്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു, സാധനം എടുത്ത് തിരിച്ചു വന്നു. സാധനം എടുത്ത് തിരിച്ചു വന്നില്ല, നമ്മള് കൊറിയർ ചെയ്യിപ്പിച്ചിട്ട് കുറച്ചൊക്കെ ഞങ്ങൾക്ക് കൊള്ളിക്കാൻ പറ്റിക്കണൊക്കെ കൊള്ളിച്ച് ബാക്കിയെല്ലാം DTDC ബസ്സിലൊക്കെ കൊടുത്തയച്ചു. ഓക്കെ ഓക്കെ, അത് എടുത്ത് തിരിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേണി എങ്ങനെയാണ്? അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇനിയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് ഉണ്ട്, സാധനങ്ങളും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്പേസിൽ ഞങ്ങൾ എപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യാണ് ആൾക്കാരെ, ടൈലേഴ്സിനെയും കാര്യങ്ങളൊക്കെ. അതായിരുന്നു ഞങ്ങൾക്ക് എല്ലാം കൊടുക്കാനുള്ള കാര്യങ്ങളും കസ്റ്റമേഴ്സും എല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പം അത് വന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഈ മാസം അത് റെഡി ആവും ഡ്രസ്സ്. ഞങ്ങള് തന്നെയാണല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഇവർ ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്യും, ഇൻഫ്ലുവൻസേഴ്സ് ടൈം പറയും, പക്ഷെ അവിടെ നിന്ന് ചിലപ്പോ ഒരു 5 മാസമോ അതെ സംസാരിക്കാനുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് സംസാരിക്കുകയാണെങ്കിൽ. നല്ല പറഞ്ഞോളി, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ സാധനം ചെയ്യില്ല. ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് പറയാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഇതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് വന്നു, ബാംഗ്ലൂരിനെ തിരിച്ചെത്തി. കുറെ പ്രൊഡക്ട്സ് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലത് പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഹോൾഡ് ആക്കും. ചിലത് ഞങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു കംഫർട്ട് അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒപ്പീനിയൻ എടുത്തിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളത് ഓൺ ഡിസൈൻ ഓൺ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഞങ്ങൾ ആരും ആരെ കളക്ഷനും ജോയിൻ ചെയ്തിട്ട് ഒരു ഹക്കറ്റ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഇല്ല. ഇപ്പം ഹരിക്ക് സ്വന്തമായിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ടാവും, ഷിമുന് അങ്ങനെ, എനിക്ക് എന്റേതായിട്ടുള്ള കളക്ഷൻ. നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദേവയാനി എന്ന് പറയുന്ന എന്റെ കളക്ഷൻ, അപ്പം ദേവയാനി ബൈ ടാഷ്യ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഇറക്കുക. പുതിയൊരു കോൺസെപ്റ്റ് ആണല്ലോ. എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ്. കാരണം ഒരാളും ഓരോ കളക്ഷനും പേരുണ്ട്, പക്ഷെ ഓരോ കളക്ഷനും ഇറക്കും ഓരോരുത്തരായിരിക്കും. അതായത് കളക്റ്റീവ് അല്ല. ഐഡിയ ഡിസൈൻ ഒക്കെ ഇപ്പൊ ഞാനാണ് ഐഡിയന്റെ ഉള്ളിൽ വേറൊരാൾ പോവില്ല. പക്ഷെ നമ്മള് സജഷൻസ് പറയും, പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെങ്കിൽ ഇത് ഇങ്ങനാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മളെല്ലാരും കൂടെ മറ്റേ കളറിൽ ചെയ്താൽ ഒന്നും കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ളത് അങ്ങനെ. അപ്പം അതാണ്. പിന്നെ കുറെ പ്രൊഡക്ട്സ് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ ചിലപ്പോ ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണാനൊക്കെ രസമുണ്ടാവും. പക്ഷെ ഞങ്ങളൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞങ്ങളത് ലോഞ്ച് ചെയ്യുന്നില്ല. നമ്മള് ഇപ്പം നമുക്ക് ഉള്ള എല്ലാ പ്രൊഡക്ട്സ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു ഡ്രസ്സ് ചെയ്തു, അതിട്ട് എനിക്ക് ഇഷ്ടമായില്ല, അത് അവിടെ തന്നെ വെച്ചിട്ടുള്ളൂ. അത് പുറം ലോകം ഞങ്ങൾ ഒരു ട്രിപ്പിന് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഇടുന്നത്. പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഇവളൊരു ഡ്രസ്സ് ഇട്ടാല് ഓക്കെ എനിക്കിത് ലോഞ്ച് ചെയ്യണം എന്ന് തോന്നിയാലേ അത് ലോഞ്ച് ചെയ്യുള്ളൂ. നിങ്ങളെടുത്തപ്പോ എത്ര പ്രൊഡക്ട്സ് ഉണ്ടോ? അങ്ങനെ മീൻസ് നിങ്ങൾ മൊത്തത്തിൽ എത്ര പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ടോ? അത് പറയാൻ ആണോ? ഒരു സമയത്ത് എത്ര കളക്ഷൻസ് അല്ല, നമ്പർ ഓഫ് സ്കെയിൽസ്. അങ്ങനെ ഇത്ര പ്രൊഡക്ട്സ് ഇറക്കണം എന്നുള്ളൊരു സാധനത്തിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഈ മാസം നമുക്കൊരു 20 പ്രൊഡക്റ്റ് ഇറക്കണം, അങ്ങനത്തെ സാധനത്തിൽ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്കിപ്പോ ഒരു ഇവന്റ് ഉണ്ട്, ഇപ്പൊ നെക്സ്റ്റ് ഡേ എനിക്കൊരു ഇവന്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് എനിക്കിടാൻ വേണ്ടി ഒരു ഡ്രസ്സ് ചെയ്യും. ആ ഡ്രസ്സ് ചെയ്തിട്ട് അതെനിക്ക് ഓക്കെ ആണ്, എനിക്കത് കംഫർട്ടബിൾ ആണ്. ഇപ്പം പൊതുവെ ആൾക്കാർക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാൻ ഇഷ്ടമുണ്ടാവും. അപ്പം നോർമലി ഞങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ട്സ് ഇടും. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ഞങ്ങളെ പ്രൊഡക്ട്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്. ഒരു ഇവന്റിന് പോകുമ്പോൾ നമ്മളൊരു മോർണിംഗ് ടു ഈവനിങ് ഇരിക്കാൻ പറ്റിയ ഒരു ഡ്രസ്സ് ഇടണല്ലോ. മറ്റേത് നമുക്ക് ഉണ്ടാവില്ല, ഒരു പരിപാടിക്ക് പോയാല് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി ഇതൊന്ന് അയച്ചു മാറ്റാണ്, ആ ഒരു സാധനം ഇല്ല നമ്മളെ പ്രൊഡക്ട്സ്. അപ്പൊ നിങ്ങളതൊരു ഡെയിലി വെയർ കോൺസെപ്റ്റ് ആണോ? ഡെയിലി വെയർ ഇപ്പം ഞങ്ങളെ മെയിൻ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ഫാബ്രിക്സ് ആണ്. എനിക്ക് മെജോറിറ്റി ഐറ്റംസും കോട്ടൺ തന്നെയാണ് വരുന്നത്. അപ്പം കോട്ടണിൽ തന്നെ നമ്മൾ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുന്ന, കാരണം ഞങ്ങള് ലോഞ്ച് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇപ്പൊ ഇതാണ്. സാധാരണ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് സ്റ്റോർ എന്താ വിചാരിക്കുക, ഓക്കെ ഇതിന് കുറച്ച് കളക്ഷൻസ് ഇറക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. നെക്സ്റ്റ് വീക്ക് എനിക്ക് എന്റെ കസിന്റെ കല്യാണം, ഓക്കെ എനിക്കൊരു കളക്ഷൻ ഇറക്കണം. ഞാൻ എന്റെ കസിന്റെ കല്യാണത്തിന് വേണ്ടി എനിക്ക് ചിലപ്പോൾ ഞാൻ കളക്ഷൻ ഇറക്കുന്നുണ്ടാവാം. പേജിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു പേരൊക്കെ ഇട്ടിട്ട് ലോഞ്ച് ചെയ്യും. സോറി. അപ്പം ആ കളക്ഷൻ ഞാൻ ഇട്ട് പോയിട്ട് എനിക്കത് ഓക്കെ ആണ്, അതായത് എനിക്കത് ഇഷ്ടപ്പെട്ടു, നമ്മൾ തമ്മിൽ ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ആ കളക്ഷൻ പുറത്തേക്ക് എത്താം. അപ്പൊ കോട്ടണിൽ തന്നെ ആയതുകൊണ്ട് കോട്ടണിൽ തന്നെ എങ്ങനെ നമുക്ക് ഇപ്പം അറിയാലോ, നമ്മളൊരു വെതറിനനുസരിച്ചിട്ട് ഇപ്പം സംഭവം ശരിയാണ്, എല്ലാവർക്കും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ പാർട്ടി വെയർ ഇട്ടിട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കംഫർട്ടും കൂടിയാണ്. അപ്പം കോട്ടണിൽ തന്നെ എങ്ങനെ നമുക്കത് പാർട്ടി വെയർ ആക്കാൻ പറ്റും എന്നുള്ള ടൈപ്പ് ഓഫ് കളക്ഷൻസ്
കളക്ഷൻസ് ആണ് നമ്മൾ ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ഇത്രയും ആൾക്കാർ സാധനങ്ങൾ പിന്നെയും പിന്നെയും വന്ന് വാങ്ങി. ഈവൻ കോട്ടൺ അല്ലെങ്കിലും നമ്മൾ വേറൊരു ഫാബ്രിക്, ഇപ്പൊ ഒരു ഷൈൻ വേണ്ട ഫാബ്രിക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലൊരു കംഫർട്ട് ഫാക്ടർ നോക്കിയിട്ടേ നമ്മൾ ചെയ്യുന്നത്. അതെ. ഓക്കെ, അപ്പൊ എന്നാലും ഒരു അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇത്ര പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇത്ര SKUs നിങ്ങളടുത്ത് ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല? എങ്ങനെയായിട്ട് പോയിന്റ് ഓഫ് ടൈമിൽ ഇപ്പൊ ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് ഈ ദിവസം നിങ്ങളടുത്ത് എത്ര ടൈപ്പ് ഓഫ് SKUs എന്നാണ് പറയല്, പ്രൊഡക്ട്സ് എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? ഇങ്ങനെ നമ്മൾ ഇറക്കാത്ത പ്രൊഡക്ട്സ് ഇറക്കാത്തല്ല, ലൈവായിട്ട് ഇപ്പൊ ഇന്ന് എത്ര ലൈവ് പ്രൊഡക്ട്സ് ഉണ്ടാവും? ലൈവായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇട്ടതൊക്കെ ലൈവ് പ്രൊഡക്ട്സ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ നമ്മളൊരു കാര്യം എന്ന് വെച്ചാല് ഞങ്ങളെ USP ആണ് ആക്ച്വലി, ഞങ്ങൾക്ക് കസ്റ്റം ഫിറ്റ് ആണ്. അതായത് ഇപ്പം ഇത് ഹരിപ്രിയന്റെ പ്രാവശ്യത്തെ ക്രിസ്മസ് കളക്ഷൻ ഉണ്ട്. എല്ലാം എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര്. ഇതിപ്പോ ഇന്ന് ഒരാൾ വന്നിട്ട് എനിക്ക് നാളത്തേക്ക് എല്ലാം വേണം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടാനില്ല. ബിക്കോസ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് ആളുടെ ഹൈറ്റ് വെച്ചിട്ടും സൈസ് വെച്ചിട്ടാണ്. അതായത് സൈസ് ചാർട്ട് കോമൺ ആണ്, ഒരു സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ട് ഉണ്ട്. പക്ഷേ ഞാൻ ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഏത് സ്റ്റോറിൽ പോയാലും നിങ്ങളെ സൈസ് ഇപ്പൊ സ്മോൾ ആണെങ്കിൽ അത് എടുത്തിട്ട് വരും. പക്ഷെ നിങ്ങളൊരു ഫ്രണ്ടും നിങ്ങളിപ്പോ ഒരു 5 ഇഞ്ചാണ് നിങ്ങളെ ഹൈറ്റ്, നിങ്ങളെ ഫ്രണ്ടിന്റെ ഹൈറ്റ് 6 ഇഞ്ചാണ്. നിങ്ങൾ രണ്ടാൾക്കാർ സ്മോൾ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ടോപ്പ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നതും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും കസ്റ്റമേഴ്സിന്, അതായത് സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഹൈറ്റിൽ വരുന്ന ആൾക്ക് 5 ഇഞ്ചാണ് ആളെ ഹൈറ്റ് എങ്കിൽ ആ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ടോപ്പും പാന്റും ചെയ്യാം. അത് 6 ഇഞ്ചിന്റെ ആള് വരുമ്പോൾ 6 ഇഞ്ചിന് കണക്കായിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അത് നമുക്കൊരു 2 to 3 days എങ്കിലും മിനിമം ആണ്. അർജന്റ് ഓർഡേഴ്സിന് നമുക്ക് മിനിമം 2 days അല്ലെങ്കിൽ 3 days വേണം. ഇന്ന് വന്നിട്ട് നാളെ വേണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം കൊടുക്കാനില്ല. മീഡിയം സൈസിലും സ്മോൾ സൈസിലും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞങ്ങളെ കയ്യിലില്ല. ഇപ്പൊ നമ്മൾ യൂണിറ്റ് പോയാലും ചെയ്തിട്ടുള്ളൊന്നും. അപ്പൊ 10-20 പ്രൊഡക്റ്റ് ലൈൻസ് നിങ്ങൾക്ക് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ അത് എത്ര ഉണ്ടാവും? കളക്ഷൻസ് ആണോ? കളക്ഷൻസ് ഒക്കെ ഇപ്പൊ ഉണ്ടാവും. ഇപ്പോഴാണ് എനിക്ക് വേർഡ് കിട്ടിയത്, കളക്ഷൻസ്. നിങ്ങൾ അതിന് കളക്ഷൻസ് ആർട്ടിക്കിൾസ് SKUs ഒക്കെ പറഞ്ഞു നോക്കി. ഞാൻ ആ ഭാഷയിലേക്ക് എത്തുന്നില്ലല്ലോ. ഓക്കെ അപ്പൊ അതാണ് ഉണ്ടാവല്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരിന് തിരിച്ചു വന്നു. ബാംഗ്ലൂരിന് തിരിച്ചു വന്ന് വാട്ട് ഡിഡ് യു ഡു നെക്സ്റ്റ് അഗൈൻ? നമ്മളത് ഷൂട്ട് ചെയ്തതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ കളക്ഷനും ഇറക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴും പോകുന്ന ബീഗ് എപ്പോഴും പോകുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് സോൾഡ് ഔട്ട്, ഐ മീൻ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻ വന്നു. മെറ്റീരിയൽ നിർത്തി അവര്. അപ്പൊ അങ്ങനെ, അതായത് ആ പ്രൊഡക്റ്റ് ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുമ്പോ ഓക്കെ എന്നാ ഈ തുണി ഉണ്ടല്ലോ ഇത് എടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിർസയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം സാധാരണ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയുന്നത് ഞങ്ങളൊരു മിസ്റ്റേക്ക് ആണ്, ശരിക്കും പറയാൻ പാടില്ല. ഇപ്പം വരുന്ന സീസൺ ഈദാണ്. നമ്മളിപ്പം നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുമ്പം ഈദ് ഇപ്പൊ മാർച്ചിലാണെങ്കിൽ ഓരോരു ജാനുവരി ഫസ്റ്റ് വീക്കെങ്കിലും പ്രൊഡക്റ്റ് ഇറക്കും ചെയ്യും. ഞങ്ങള് പ്ലാൻ ചെയ്യും. ഞങ്ങൾ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം മുതൽ ഇത് പ്ലാൻ ചെയ്യണ്ട ഒക്കെ അടുത്ത ഈദിന് നേരത്തെ ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾ പ്രൊഡക്റ്റ് ഇപ്പൊ മാർച്ചിലാണ് ഈതെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കി വരുമ്പോഴേക്ക് മാർച്ച് ആകും പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴേക്ക്. പക്ഷെ ഞങ്ങളെ കസ്റ്റമേഴ്സ് നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് സെയിൽ ഉണ്ടാവും. അല്ല, ഇതെല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു കച്ചവടം തുടങ്ങൂല. ഗെറ്റ്സ് പെർഫെക്റ്റ് ഓൺ ദ വേ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതും സോൾഡ് ഔട്ട് ആയി. അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചെയ്യണേ ഒക്കെ നിങ്ങൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോഴും അതന്നെ? അന്നൊക്കെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. അപ്പോഴും എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ ബിസിനസ് അങ്ങനെ നടക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാം ആണ്. പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 1 year അല്ല, അവിടുന്ന് ഒരു 6-7 months കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു 6 to 7 monthsന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആക്ച്വലി സൂറത്ത് പോവണം. മാർക്കറ്റ് എന്താന്ന് അറിയണം, മാർക്കറ്റിൽ ഫാബ്രിക്സ് എന്താന്നുള്ളത് അറിയണം, ഞങ്ങളെ പറ്റിക്കാണോ ഞങ്ങളെ സെല്ലേഴ്സ് എന്നുള്ളത് അറിയണം, കാരണം ഹോൾസെയിൽ റേറ്റ് ഇത് തന്നെയാണോ എന്നുള്ളത് അറിയണം. നമുക്ക് ലിമിറ്റഡ് ആണ്, ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഭൂമിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തന്നെ മടുത്ത് ഇതാണ് കിട്ടാനുള്ളൂ എന്നുള്ള. അപ്പൊ പുതിയ മെറ്റീരിയൽസ് നോക്കി. പിന്നെ നമുക്കൊരു കോമൺ ഫാബ്രിക് ഉണ്ട് നമ്മളെല്ലാരും എപ്പോഴും ചെയ്യണത്, അത് എല്ലാ കാലം നമ്മൾ ആ ഫാബ്രിക് എടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ബൾക്കായിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറവില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ സൂറത്ത് പ്ലാൻ ചെയ്തു. ഇതുപോലെ ഞങ്ങൾ 6 ആൾ സൂറത്ത് പോയി അവിടെ എത്തിയപ്പോ ഞങ്ങൾ അന്ന്, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അന്ന് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് 1 lakh ആണ്. അപ്പോഴാണ് ഞങ്ങൾ കാര്യമായിട്ടൊരു 1 ലക്ഷത്തിലേക്ക് എത്തി. അപ്പോഴാണ് ഞങ്ങൾ 6 months കഴിഞ്ഞപ്പം. ഇതേപോലെ ഞാൻ സൂറത്തിന്റെ അടുത്തല്ലേ ഗോവ? ഇത് ഗുജറാത്താണ്. ഗോവ അവിടെ എത്ര ഉണ്ടാവും? സൗത്തിലേക്കല്ലേ? ഗോവ കഴിഞ്ഞിട്ടാ? ഓക്കെ.
അപ്പം സൂറത്ത് പോയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്തോ വലിയ കടലിൽ ചെറിയ ബക്കറ്റായിട്ട് വന്നതാണ്. കാരണം അത്രയും, അതായത് 1 lakh സൂറത്ത് മാർക്കറ്റിൽ ഒന്നുമില്ല. സൂറത്തിൽ ഞങ്ങളിപ്പോ ഒരു SM സ്ട്രീറ്റിൽ എത്തിയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് SM സ്ട്രീറ്റുകൾ അവിടെ ഉണ്ട്. പിന്നെ സൂറത്ത് ഞങ്ങള് കാരണം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം അക്കോമഡേഷന്റെ ഒരു പൈസ ഉണ്ട്, ഫുഡിന്റെ ഒരു പൈസ ഉണ്ട്. ഇതിപ്പോ ചെലവും ക്യാപിറ്റലിൽ മാത്രമാണ് 1 lakh വെച്ചിട്ട്. അത് കൂടാതെ ഞങ്ങളെ പേഴ്സണൽ എക്സ്പെൻസസ് വേറെയുണ്ട്. സോറി, അപ്പൊ ടിക്കറ്റ്സ് കാര്യങ്ങൾ അത് ഞങ്ങൾ ബൈ ഫ്ലൈറ്റ് ആയിരുന്നു പോയി വന്നത്. അപ്പൊ അതിന്റെ ചാർജസ് ഒക്കെ വേറെ വരുന്നുണ്ട്. അപ്പം അത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു 4 days ആയിരുന്നു നമ്മളെ ട്രിപ്പ്. 4 days ആയിരുന്നു മെറ്റീരിയൽ സോഴ്സിങ്ങിന്. ആ 4 daysലൊന്നും സൂറത്ത് മാർക്കറ്റ് എവിടെ എത്തൂല. സൂറത്ത് മാർക്കറ്റ് എന്ന് അത്രയും വലുതാണ്. ഇത് എവിടെയാ സൂറത്തിൽ എവിടെയാന്നുണ്ടോ? സൂറത്തിൽ മൊത്തം ഇതിന്റെ തന്നെ അതായത് ഫുൾ ഇത് തന്നെ ഉള്ളു അവിടെ. ഹോൾസെയിലേഴ്സ്, സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഇൻ ആൻഡ് അറൌണ്ട് ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളുള്ളൂ. പിന്നെ അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ ഓരോ മാർക്കറ്റിനും ഓരോ പേരുണ്ട്. അപ്പൊ നമ്മൾ ഒരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു എൻഡിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഒരു മാർക്കറ്റിൽ ജസ്റ്റ് ഞങ്ങള് മേ ബി ഒരു 10 ഷോപ്പൊക്കെ ആയിരിക്കൂലേ. ഒരു ഫ്ലോറിലാണ് ഈ 10 ഷോപ്പ്. അങ്ങനെ അതിന്റെ മേലക്കൊന്നും ഞങ്ങൾ എത്തുന്നില്ല. മോർണിംഗ് ടു ഈവനിങ് നടന്നിട്ട് തന്നെയാണ്. കാരണം മാർക്കറ്റിനുള്ളിൽ വേറെ സർവീസ് ഒന്നുമില്ല. നമ്മൾ നടന്ന് തന്നെ നോക്കണം. അപ്പൊ ഈ മോർണിംഗ് ടു ഈവനിങ് നടന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും. അത്രയേ ഉള്ളൂ ടൈം. 6-7 ഒക്കെ ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും ചെയ്യും. അപ്പൊ ആ ഒരു 4 days പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയല്ല, കുറച്ചും കൂടെ പൈസ ഇട്ട് ഒരു 10 days ഒക്കെ എടുത്ത് ഓരോ മാർക്കറ്റിൽ എന്താ ഉള്ളതെന്ന് പഠിച്ച് അങ്ങനെ വേണം ശരിക്കും. സൺഡേ ഇവര് മാർക്കറ്റ് ക്ലോസ് ആണ് തോന്നുന്നുണ്ട് അല്ലേ? അന്ന് നമ്മൾ എന്തോ ഒരു ഞങ്ങൾ അത് നോക്കാതെ ഒരു ഹോളിഡേ ഉള്ള ടൈമിൽ പോവുകയും ചെയ്തു. അപ്പൊ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാ പോയത്. റിട്ടേൺ ടിക്കറ്റ് എടുത്തതുകൊണ്ട് പിന്നെ അതിന് തിരിച്ചു മാക്സിമം ചീപ്പർ ആവണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സെല്ലേഴ്സിനെ കിട്ടി. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുത്താനുള്ള ഒരു ഓപ്ഷൻസും കിട്ടി. പക്ഷെ അതൊരു ഭയങ്കര വലുതായിട്ട് കിട്ടിയിട്ടുമില്ല. എന്നാലും കുഴപ്പമില്ല, എന്താ മാർക്കറ്റിന് ഏകദേശം ഒന്ന് അറിയാൻ പറ്റി. അപ്പൊ ബെറ്റർ റേറ്റ്സ് കിട്ടി. ബാംഗ്ലൂരേക്കാളും ബെറ്റർ റേറ്റ്സ് ബാംഗ്ലൂരിനേക്കാളും ബെറ്റർ ആയിരുന്നു. ഓക്കെ, നൈസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും സാധനങ്ങൾ കൊണ്ടുവന്നു, കളക്ഷൻസ് ചെയ്തു. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസിന്റെ ഫാബ്രിക്സ് പിന്നെയും എടുത്തു അവിടെ തന്നെ. അത് സൂറത്തിനാക്കി മാറ്റി. അങ്ങനെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏരിയ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലേ? അതെങ്ങനെയാണ്, നിങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത്? സ്വന്തമായിട്ട് ഇൻഹൗസ് ഒരു ഇൻഫ്ലുവൻസറിൽ മനസ്സിലായി. എങ്ങനെയാ പുറത്തുള്ളൊരു ഇൻഫ്ലുവൻസറായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻഫ്ലുവൻസേഴ്സിന് നമ്മളൊരു 1 year കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഏത് കൊല്ലത്തിലെത്തി? ഇതിപ്പോ 2 years കഴിഞ്ഞു. 2 years കഴിഞ്ഞു. എപ്പോഴാണ് തുടങ്ങിയത്? 2000 കഴിഞ്ഞതിന് ശേഷം 2024 തുടങ്ങി. 2023 നിങ്ങൾ തുടങ്ങിയത്? 2024 എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് നന്ദനയ്ക്കല്ലേ കൊടുത്തത്? അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2022 അല്ല 23ലാണ് നമ്മൾ 23ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 24 ഒക്കെ ആയിട്ടാണ് നമ്മള് ഇത് ഫസ്റ്റ് ഇൻഫ്ലുവൻസർ കൊളാബ്. അത് ഇൻഹൗസ് ഇൻഫ്ലുവൻസറിൽ നിന്നും വേറെ ഇൻഫ്ലുവൻസറിലേക്ക് പോകാനുള്ള ഒരു തോട്ട് പ്രോസസ്. അതെന്താന്ന് വെച്ചാല് പറഞ്ഞ പോലെ കളക്ഷൻസ് സെപ്പറേറ്റ് ആണല്ലോ, അതായത് ഓൺ ഡിസൈൻ ആണല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഡിസൈൻസ് തന്നെ ചെയ്യാ. പിന്നെ ഇവരതും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു, എല്ലാവരും കോമൺ ആയിട്ട് ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് തന്നെ കാരണം എന്റെ പേഴ്സണൽ വർക്ക്സും പറഞ്ഞ പോലെ തന്നെ ഷൂട്ട്സ് തന്നെയാണ് എന്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ ചെയ്യണത്. ഷൂട്ട്സും ഈ പറഞ്ഞ കൊളാബ്സ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജിലെത്തി. പിന്നെ എന്റെ പേജും ഹക്കറ്റേന്റെ പേജിന്റെ ഉള്ളിൽ കടന്ന് കറങ്ങാൻ പാടില്ലല്ലോ. അത് പുറത്ത് ആൾക്കാരിലേക്ക് എത്തണം, മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് റീച്ച് വരണം, അവരെ ഡിസ്ട്രിബ്യൂഷൻ ഹാർനസ് ചെയ്യാം. അതെ അതെ അതെ. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സിന് ഇവരൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് ഫസ്റ്റ് കൊളാബ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കൊളാബ് ഇപ്പോൾ ഫസ്റ്റത്തേക്ക് ടാഷിയുടെ ഫ്രണ്ട്സ് കുറെ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് ടാഷി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, ഓക്കെ അറിയുന്ന ആൾക്കാർ, ഇവരൊരു കമ്മ്യൂണിറ്റിയിൽ അറിയുന്ന ആൾക്കാരാവുന്ന സമയത്ത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2-3 ഇൻഫ്ലുവൻസേഴ്സിനെ കൊടുത്തു. കുഴപ്പമൊന്നും നമുക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓക്കെ നമുക്ക് കുറച്ചും കൂടി, അതായത് ഇപ്പൊ നമുക്ക് ഞാനിപ്പോൾ എല്ലാ ഡ്രസ്സും ചിലപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന എല്ലാ ഡ്രസ്സും എനിക്ക് ഇടാൻ പറ്റണമെന്നില്ല. ഐ മീൻ സ്ലീവ്ലെസ് ആണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് അത് ഒരാൾക്ക് കൊടുത്തിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ട്
ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അവരൊരു ഷോക്കേസ് ചെയ്യുന്ന രീതി ഉണ്ടാവുമല്ലോ, ഒരു വേറൊരു ഓഡിയൻസിന്റെ അടുത്തേക്ക്. ആ ടൈമിലൊക്കെ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ഓഡിയൻസിനെയും കൂടി കണക്ട് ചെയ്യാന്നുള്ള രീതിയിലായി. അപ്പം അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കി. ഇപ്പം മെയിൻ ആയിട്ട് നമ്മളെ പേജിൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫിലിം സ്റ്റാർസ് അങ്ങനെയുണ്ട്. ഇപ്പം നോർമലി നമ്മളിപ്പം ഒരാൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഓക്കെ 100K ഉണ്ട്, ഇവർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതുവരെ ഒരു ഇൻഫ്ലുവൻസറിനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സ് ഏറ്റവും നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ സെക്കൻഡ് ഒബിയസ്ലി നമുക്ക് അവരുടെ എൻഗേജ്മെന്റ് റേറ്റ് എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വെറുതെ കൊടുത്ത് നമ്മൾ ആ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. അപ്പം ആ രീതിയിലും കൂടി നോക്കിയിട്ടാണ് ചെയ്യാറ്. അല്ല, എൻഗേജ്മെന്റ് റേറ്റ് നോക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മെട്രിക് ഉണ്ടോ, എന്തെങ്കിലും ടൂൾ ഉണ്ടോ? പ്രീവിയസ് റീൽസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യമുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ചിലപ്പം നല്ല ഫോളോവേഴ്സ് ഉണ്ടാവും, പക്ഷെ എൻഗേജ്മെന്റിലേക്ക് വരുമ്പോ ഉണ്ടാവും ലൈക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കമന്റ്സ് വളരെ കുറവായിരിക്കും, ഷെയർസ് ഉണ്ടാവില്ല. പക്ഷെ റീൽ വ്യൂ എന്നിട്ട് 100K+ അല്ലെങ്കിൽ 200K+ റീൽ വ്യൂസ് ഉണ്ട്. അത് എങ്ങനെ ഉണ്ടാവുന്ന എന്നുള്ളത് അറിയില്ല. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ കാണുമ്പോ. മനസ്സിലായി. ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് ഈ ഒരു ഡ്രസ്സിന് ഇത്ര ഓഡിയൻസ് വരണമെന്നില്ല. അവരൊരു കോണ്ടന്റ് ടൈപ്പ് തന്നെ വേറെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 year കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മളിപ്പോ പുറത്തേക്കുള്ള ഇൻഫ്ലുവൻസസ് ഡയറക്റ്റ് ആയിട്ട് അറിയാത്ത ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പം അതിലൊരു വലിയ റേറ്റ് കൂട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും. ഓ, പൈസ ഫ്രീ. അങ്ങനെ ഞങ്ങൾ പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പൊറുതി മുട്ടി ഇനി വയ്യ കൊടുക്കാൻ, എനിക്ക് എന്റെ റേറ്റ് എനിക്ക് തന്നെ നിങ്ങൾ എത്ര റേറ്റ് പറഞ്ഞാലും എനിക്ക് വയ്യ ചെയ്യാനായിട്ട് എന്നുള്ളൊരു സീനിലേക്ക് എത്തി. ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈവൻ പെയ്ഡ് ഒന്നല്ല, അൺപെയ്ഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പെയ്ഡ് ആയിട്ടല്ല ചെയ്യുന്നത്, പെയ്ഡ് അല്ലാതെയാണ് അല്ല. ഇങ്ങനെ ഒരാൾക്ക് നമ്മളിപ്പോ നമ്മള് ഇതുവരെ പെയ്ഡ് കൊളാബ് ചെയ്തിട്ടില്ല കേട്ടോ, ഇതുവരെ ചെയ്തിട്ടില്ല. ഇൻഫ്ലുവൻസർ നമ്മളൊരു സമയത്ത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ അവർ പറയുന്ന ഒരു റെസ്പോൺസ് ഭയങ്കര നല്ലതാണ്. ലൈക്ക് ഞാൻ നിങ്ങളെ പേജ് നോട്ടീസ് ചെയ്യാറുണ്ട്, നിങ്ങളെ കളക്ഷൻ ഇഷ്ടമാണ് എന്നുള്ള ഒരു റിപ്ലൈ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ സമ്മതിച്ചിട്ട് അങ്ങനെ ചെയ്ത കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെന്നെ നമുക്ക് ഔട്ടും അങ്ങനെ തന്നെ തരുന്നുണ്ട്. എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് ഇപ്പൊ ഇവിടെ തിരക്ക് നമുക്കറിയാം, അങ്ങനെയാണെന്ന് കരുതിയിട്ട് നമ്മള് കുറെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ചിലരുണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും കുറെ ആയിട്ട് കൊടുത്തിട്ടും കിട്ടാത്തതുണ്ട്. ഓൾമോസ്റ്റ് 1 year അടുത്തൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന പേര് പറയണില്ല, നല്ലത് തരട്ടെ. ഇത് ഇങ്ങനെ നമുക്കിത് ഔട്ട് വരണം, നമ്മളൊരു പ്രൊഡക്റ്റ് ഇത്രയും ആഗ്രഹിച്ചു കൊടുത്തൊരു സാധനമാണ്. അപ്പൊ ഇവര് നമ്മളോട് ഓക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കുമ്പം പിന്നെ അത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണുമല്ലേ. പിന്നെ ആക്ച്വലി ഇവർ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇപ്പം ഇല്ല ഞാൻ പെയ്ഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, പിന്നെ നമ്മൾ അവരെ നിർബന്ധിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പോകില്ല. ഇത് പ്രോമിസ് ചെയ്തിട്ട് പിന്നെ ഓൾറെഡി പിന്നെ നമുക്കൊരു ചടപ്പാണ്, ഇത് പെയ്ഡ് അല്ലല്ലോ, എത്ര പുഷ് ചെയ്യാം, അവരെ പുഷ് ചെയ്യുന്ന ഒരു ലിമിറ്റ്. പിന്നെ നമുക്കുണ്ടാവും അങ്ങോട്ട് കണക്ട് ചെയ്യാനും പിന്നെ ഈ ഇൻഫ്ലുവൻസസിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിപ്പം നേരത്തെ പറഞ്ഞു നമ്മളൊരു ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് കേട്ടോ ഡ്രസ്സ്, ഇത് ചെയ്യണം എന്ന് വേണ്ടിയിട്ട് ഒരാളടുത്തും പറഞ്ഞിട്ടില്ല. ആരും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഇപ്പൊ പല ഇൻഫ്ലുവൻസസ് നമ്മൾ ഏതാ പ്രൊഡക്റ്റ് അയക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അവരെ കൈ പിടിച്ച ഓ ഇതാണ് നിങ്ങൾ അയച്ചത്. അത് നമ്മളെ ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് ആണ്. കാരണം നമുക്ക് ഹക്കറ്റ് നമുക്ക് തരുന്ന ഡ്രസ്സിന് ഒരു മിനിമം ക്വാളിറ്റി അവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അവർ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയും ഇതിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ, ഇതിന്റെ ക്ലോത്ത് ഇങ്ങനെ വന്നാൽ നന്നായി, ഇനി എന്തെങ്കിലും സ്റ്റിച്ചിങ് നിങ്ങൾ ഇങ്ങനെയും ചെയ്യണം, നമ്മൾ കറക്റ്റ് അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം നമ്മളെടുത്ത് കിട്ടും. പിന്നെ നമ്മൾ ഒരു തവണ കൊളാബ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ സെക്കൻഡ് ടൈം ചെയ്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് അതിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മള് പേജിലേക്ക് തന്നെ ഒരുപാട് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന്റെ മെസ്സേജസ് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെ, ഒരുപാട് വരാറുണ്ട്. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ കൂടുതൽ ഈ സീരിയൽ ആക്ടേഴ്സ് അങ്ങനത്തെ. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ, അതായത് ഇവരൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ചോദിച്ചതുകൊണ്ട് കൊടുക്കണം അങ്ങനത്തെ ഒരു സീനും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവരും ഈക്വൽ ആണ്. ഇവര് ചോദിച്ച് ഒരു ഞങ്ങൾക്ക് ആപ്റ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കില്ല, ഇപ്പൊ ഞങ്ങൾ ചെയ്യണില്ല, വിൽ കൺസിഡർ യു ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് നമ്മൾ ആ കോൺവെർസേഷൻ. അത് അയാളെ നമ്മൾ ഒഴിവാക്കിയെന്നൊന്നല്ല, പക്ഷെ നമുക്ക് ഈ ഒരു
ഇപ്പൊ നമുക്ക് അത് ആവശ്യമില്ല. ഒരു ഫിറ്റ് ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസർ ബ്രാൻഡ് ഫിറ്റ്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിന് എനിക്ക് തോന്നിയത് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ സെയിൽസിനേക്കാൾ കൂടുതൽ എനിക്ക് പേജിലേക്ക് നല്ലോണം ഫോളോവേഴ്സും തന്നിട്ടുള്ള ഒരുപാട് നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും ഇത് സെയിലിൽ തന്നെ എൻഡ് ചെയ്തോളണം നിർബന്ധമല്ല നിങ്ങൾ പറയുന്നത്. നമ്മൾ ഹാപ്പിയാണ് സെയിൽ എൻഡ് ചെയ്തില്ലെങ്കിൽ വന്നാലും ഹാപ്പിയാണ്. അതെനിക്കും എല്ലാ ബ്രാൻഡ്സും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്ന് തരണല്ലോ. മാത്രമല്ല നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങളെ പിന്നെ നസ്ലിൻ അല്ല ഉള്ള പേരെന്തായിരുന്നു, അനാർക്കലിനെ കണ്ടപ്പോ അടിപൊളിയാണല്ലോ, നല്ല നല്ല കൊളാബായിരുന്നു. നല്ല കൊളാബായിരുന്നു. അനാർക്കലിക്ക് നമ്മൾ കൊടുത്തത് ഈദിന്റെ സമയത്തായിരുന്നു. ഇതിനൊന്നല്ല, അതിന്റെ മുന്നേ കൊടുത്തതായിരുന്നു. അപ്പൊ അനാർക്കലിന്റെ ഒരു റിവ്യൂ എന്താന്ന് വെച്ചാൽ ഈ ഡ്രസ് എനിക്ക് ഞാൻ ആക്ച്വലി ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചില്ലേന്ന്, കൊളാബ് കിട്ടിയതല്ല, സ്റ്റോറി ഇടാനേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഡ്രസ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടാണ്. അതും എനിക്ക് തോന്നുന്നു ഇതിനാണ് പോസ്റ്റ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് റൈറ്റ്. അത് പറഞ്ഞപ്പോ ഒരു സാധനം പറയാം, നിങ്ങൾ പഴയ സാധനം റീപോസ്റ്റ് ആണ് ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അത് റീപോസ്റ്റ് ചെയ്താൽ വീണ്ടും കുറെ ആൾക്കാരിലേക്ക് ഇത് എത്തും. യാ, അപ്പൊ അത് നല്ല അടിപൊളി കൊളാബായിരുന്നു. അതേപോലെ അപ്പം പിന്നെ നിങ്ങളിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ഇപ്പൊ നിങ്ങൾ കാണാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാണ്, നിങ്ങൾ നോക്കേണ്ട ഒരു ഒറ്റ മെട്രിക് ഉണ്ടാവുമല്ലോ, ഗട്ട് ഫീലിംഗ് ഇല്ല മെട്രിക് ഏതാണ്? അത് ഷെയർ ആണോ? ഷെയർ ആയിരിക്കൂല, നമ്മള് മൊത്തത്തിൽ ഓരോ പേജ് നോക്കും. പേജ് നോക്കിയിട്ട് റീസെന്റ് ആയിട്ടുള്ള ഒരു റീൽസിന്റെയും പോസ്റ്റിന്റെയും ഒക്കെ ഒരു എൻഗേജ്മെന്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കമന്റ്സും ഷെയർസും ആണ് മെയിൻ. ഈ ഒരു ഫീൽഡ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ കമന്റ്സും ഷെയർസും. അവര് ആ ഒരു ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റിനെ എങ്ങനെ അത് ഷോക്കേസ് ചെയ്ത് എന്നുള്ള ഒരു കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ റീച്ചും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കാണിച്ചിട്ടില്ല നമുക്ക് റീച്ച് പോകും. അങ്ങനത്തെ കുറെ മണ്ടൻ കൊളാബ്സ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇവര് നല്ലോണം ഷോക്കേസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കും. അതിന് അതായത് ഇപ്പൊ ഒരു സിമ്പിൾ പ്രൊഡക്റ്റിനെ സ്റ്റൈൽ ചെയ്യുന്ന രീതിയും ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ സ്റ്റൈൽ ചെയ്യുന്ന രീതിയും രണ്ടാണല്ലോ. അപ്പം ഈ സിമ്പിൾ സാധനത്തിന് ചിലപ്പം ഒന്നും അല്ലാതെ സ്റ്റൈൽ ചെയ്യും, അങ്ങനെ ആ ഔട്ട്ഫിറ്റിന്റെ ഭംഗി പോവും. അപ്പം അതിനെവിടെ റീച്ച് എത്താതെ ഇങ്ങനെ കറങ്ങി കളിക്കും. ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോ അവരൊരു എസ്തെറ്റിക്സിനനുസരിച്ചിട്ടാണല്ലോ മെയിൻലി സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പം വന്നൊരു ഡ്രീമി എഫക്ട് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നത് കുറെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഡ്രീമി എഫക്ട് എന്ന് പറയുന്നത് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ അതാണ്, അത് ഇപ്പത്തെ ഒരു എസ്തെറ്റിക്സിന്റെ ഭാഗമാണ്. പേജിൽ കാണാനൊക്കെ രസമാണ്, പക്ഷെ ഡ്രസ്സ് നോക്കി വരുന്ന ആൾക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല, പുക മാത്രമേ ഉള്ളൂ, മൊത്തം പുകയാണ്. ഓക്കെ, നൈസ്. അപ്പൊ അത് പിന്നെ അവിടെ കുറെ പണികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കുറച്ച് കൊളാബ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഫ്യൂ കൊളാബ്സ് ഞങ്ങൾ ചെയ്തിട്ടുള്ള കൊളാബ്സിൽ 90% സക്സസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഭയങ്കര റെയർ ആയിട്ടാണ് നമുക്കതൊരു എന്താ പറയാ, ഒരു ബാഡ് ആയിട്ടില്ല, അത് പ്രൊഡക്റ്റ് പോവാതെ നിന്നിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കിത് കാണിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് നമുക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. ഒന്നെങ്കിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സെയിൽസ്. അപ്പൊ നിങ്ങളങ്ങനെ പറയുന്നില്ല, ഏതൊക്കെ ഒന്ന് വന്നാൽ വി ആർ ഹാപ്പി. നമുക്ക് അതൊരു ബുദ്ധിമുട്ട്, അതായത് അവര് ചെയ്ത് നമ്മൾ അവരോടൊന്നും പറയുന്നത് അങ്ങനെയൊന്നുമില്ല, കംപ്ലീറ്റ് അവർക്കും ആ ഫ്രീഡം ഉണ്ട്. പക്ഷെ ഈവൻ ഇപ്പൊ ഈ ഡ്രീം എഫക്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഡ്രീം എഫക്ട് ഇട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോരുത്ത് നിങ്ങൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു, നിങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഡ്രീം എഫക്ട് ഇടാതെ നാച്ചുറലുള്ള കുറച്ച് ഫോട്ടോസ് വരികയാണെങ്കിൽ ചോദിച്ചു വരുന്ന കസ്റ്റമർക്ക് ഇപ്പൊ ഇതിന്റെ സ്ലീവ് എങ്ങനെയാ, അവിടെയൊക്കെ പുകയാണ്, ആ സ്ലീവ് എങ്ങനെയാന്ന് കാണുന്നില്ല. അപ്പം അതെങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊരു നാച്ചുറൽ ആയിട്ടുള്ള സാധാ ഫോട്ടോസ് തരണം എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അത് പോസ്റ്റ് ചെയ്യണമെന്നും നിർബന്ധം പറയാറില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇതൊക്കെ വന്നു, സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ 3 പേരാണ്, ചാറ്റ് നിങ്ങളാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോഴല്ല, അന്ന് നിങ്ങളായിരുന്നല്ലോ. ഇപ്പോഴും നിങ്ങൾ പഠിപ്പിച്ച ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരാൾ വന്ന് അവർക്ക് ചിലപ്പോൾ ആ ഡ്രസ്സ് തന്നെ ആയിരിക്കുമല്ലോ വേണ്ടി, ചിലപ്പോൾ വേറെ ഡ്രസ്സ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ അതിന്റെ കാറ്റലോഗ് നിങ്ങൾ എങ്ങനെ അയച്ചു കൊടുക്കുക? പേജ് ലിങ്ക് ആണ് നമ്മൾ കൊടുക്കുക. പിന്നെ വാട്സ്ആപ്പ് പേജിൽ എന്തും കിട്ടുമെന്നില്ലാണല്ലേ? പിന്നെ വാട്സ്ആപ്പ് ബിസിനസ്സിൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്, കാറ്റലോഗ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പൊതുവെ പ്രിഫർ ചെയ്യാം, നമുക്കിപ്പോ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തോളൂ തന്നെ പറയാം. അതിലെല്ലാം ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ട് ഷോർട്ട് കട്ട് അങ്ങനെ തന്നെയാ കൊടുക്കുക. ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് സ്ക്രീൻഷോട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് റിവ്യൂസും കാണാം.
കാണാം. പിന്നെ റിവ്യൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ടെസ്റ്റിമോണിയൽസിന്റെ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മൾ കസ്റ്റമറിന് കൊടുത്ത് അവർ ആ വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഭയങ്കര ഹാപ്പിനെസ്. നമുക്ക് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എല്ലാ പ്രൊഡക്ട്സിന്റെയും കിട്ടാറുണ്ട്. നമ്മളിപ്പോ ഓൺലൈനിൽ ഇങ്ങനെ പൊതുവേ ഇതാ ബിസിനസ് ഇതായതുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സിനെ എപ്പോഴും നോക്കല്ലോ. അപ്പം കോമ്പറ്റീറ്റേഴ്സില്ല പൊതുവേ ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ്സിൽ ഇപ്പം ഏത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് എടുത്താലും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ അത്ര, അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ പറയട്ടെ, ഞങ്ങൾ അത്ര ടെസ്റ്റിമോണിയൽസ് ഉള്ള, അതായത് കസ്റ്റമർ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ കസ്റ്റമർ അത് എവിടെയാണ് ഇട്ടെന്നൊന്നും നമ്മൾ നോക്കില്ല. കസ്റ്റമറെ ഫോട്ടോ ഇട്ട് നമ്മളത് പോസ്റ്റ് ചെയ്തിരിക്കും. അത് കസ്റ്റമറുടെ ഭയങ്കര ഇഷ്ടത്തോടെ തരുന്ന നമ്മൾ ഇത്രേ പറയുള്ളൂ. കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടിയെന്ന് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചോദിക്കും. റിവ്യൂവിന്റെ അകത്ത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എപ്പോഴെങ്കിലും ഡ്രസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോട്ടോ തരണം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറയും. പക്ഷെ അത് എല്ലാ കേസിലും നടക്കില്ല. പക്ഷെ എന്നാലും ബാക്കിയുള്ള എങ്ങനെ വെച്ച് നോക്കിയാലും എല്ലാ പ്രൊഡക്റ്റിലും പിന്നെ കസ്റ്റമേഴ്സ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പൊ ഞാൻ എടുത്താലും ഞാൻ എന്റെ ഫ്രണ്ട്സിന് അത് എന്നിട്ട് അവരെന്നെ വന്ന് പറയുന്നുണ്ട് അല്ലെ എന്റെ കസിന് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത്. എനിക്ക് ഒന്ന് നിങ്ങളെ പേഴ്സണൽ ടച്ച്, രണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് അത് പ്രോബബ്ലി ദാറ്റ് ഈസ് ദ റീസൺ. ഇത് ജസ്റ്റ് ഒരു സെയിൽസ് ആയിട്ട് അല്ല നിങ്ങൾ കാണുന്നത്. പിന്നെ സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് നിങ്ങളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. മൈൻഡിലാണ് എല്ലാ പ്രൊഡക്റ്റും കാണുന്നത്. ബിസിനസ് ചെയ്യാണ് ഇത് എന്തെങ്കിലും കൊടുക്കാന്നല്ല, ബിസിനസിന് വേണ്ടിട്ട് ബിസിനസ് അല്ല. സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളായിരുന്നു എല്ലാം A to Z ചെയ്തു. അപ്പം 1-on-1 കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് മസ്റ്റ് ആയിരുന്നു. അതായത് ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർ അടുത്തുള്ള കഥ മുഴുവൻ പറഞ്ഞിട്ടാണ് നമ്മള് ആ ഓർഡർ ക്ലോസ് ചെയ്യാം. അതായത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് അത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിന് മാത്രമാണ് ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നോർമൽ ഇൻസ്റ്റാഗ്രാം പേജസ് അങ്ങനെയല്ല, ചുമ്മാ വരുന്നു പിന്നെ നോ റീഫണ്ട് പോളിസി പ്ലേസ് ചെയ്യുന്നു, അങ്ങനത്തെ മെസ്സേജ് ഒന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങള് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഫുൾ അയച്ചു കൊടുക്കും. അത് ഒരു അതിനകത്ത് വുഡ് യു ലൈക്ക് ടു ശേഷം യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ട് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെഷർമെന്റ് ചോദിക്കുമ്പോൾ പ്ലീസ് സെലക്ട് യുവർ സൈസ് ആൻഡ് ഷെയർ യുവർ ഹൈറ്റ് ഇൻ സെന്റിമീറ്റേഴ്സ് എന്ന് തന്നെ പറയും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ഭയങ്കര എലാബറേറ്റ് ആണ്. എല്ലാ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. പിന്നെ ഒന്നും ചോദിക്കേണ്ട, പ്രൊഡക്റ്റ് എന്താ, ലൈനിങ് എന്താ. അപ്പൊ ബേസിക്കലി നിങ്ങൾ വളരെ കസ്റ്റമൈസ്ഡ് അങ്ങനെ വിറ്റാ മതി എന്നുള്ള തോട്ട് പ്രോസസ്സാണ്. അതല്ല എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഇപ്പം ഒരാളെടുത്ത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഇതിനിപ്പം 3000 എന്ന് പറഞ്ഞിട്ട് പറയുന്നതിനേക്കാളും അപ്പൊ അയാൾ ചോദിക്കും ഇതെന്താ മെറ്റീരിയല്, ഇതെന്താ സ്റ്റിച്ച്. അപ്പൊ ആ 10 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒറ്റ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അതിന്റെ അകത്ത് പിന്നെയുള്ള ഡൗട്ട്സ് പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. പണി കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടന്നു. എപ്പോഴാണ് നിങ്ങൾ 3 ആൾക്കാരല്ലാണ്ട് വേറൊരാളെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റണത്? ചാറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ അത് ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി. അതിപ്പോ ഇൻഫ്ലുവൻസർ ആയപ്പോഴാണോ അത് കയ്യിൽ പോയത്? അതിന് മുമ്പേ പോയില്ലേ? 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആ 1 ഇയർ വരെ നമ്മളിങ്ങനെ സെയിൽസ് ഉണ്ട് പക്ഷെ എക്സ്പെൻസ് ഉണ്ട്. ഇത് രണ്ടും ഒരു ബാലൻസ് ചെയ്യുന്നു. എക്സ്പെൻസ് ഉണ്ടാവുന്നു പക്ഷെ സെയിൽസ് ഉണ്ടാവുന്നു. വരുന്നു പോകുന്നു. അപ്പൊ ആ ഒരു ഇതിണ്ട്. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോ നമുക്കൊരു പ്രൊഡക്റ്റ്, ഒരു സെറാ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളെ ഫ്രീലാൻസ് പണി നിർത്തിയോ? 1 ഇയർ ഇപ്പണ്ടോ? ആക്ച്വലി ഒരാളെ ഒഴിവാക്കി അല്ല എടുക്കും, പിന്നെ വേണ്ട തോന്നുമ്പോ അപ്പൊ അവിടെ നിർത്തും. ഇപ്പൊ അത് സൈഡായി. ഓക്കെ, അപ്പൊ നമുക്ക് സെറാ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കളക്ഷൻ ആ ഒരു കളക്ഷൻ ഞാൻ പഠിച്ച നിങ്ങളെ ഭാഷ. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് ഇട്ട് ഒരു 1 വീക്ക് 2 വീക്ക് ആയപ്പോഴും നമുക്ക് ഞാൻ തന്നെ അത് പ്രൊമോട്ട് ചെയ്തത്. അപ്പൊ എനിക്കത് ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ടൊന്നും അതിന് വേണ്ട ഒരു റീച്ച് കിട്ടുന്നില്ല, പോകുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു സാധനം. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവളുടെ അടുത്ത് പറഞ്ഞ് ഇല്ല അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പം പെട്ടെന്ന് അതിന്റെ റീല് താനേ റീച്ച് ആവാൻ തുടങ്ങി. പിന്നെ ആ റീച്ച് അങ്ങനെ ഒരു പോക്ക് പോയി. ആ പോക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് പേജിൽ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. ഇതുപോലെ സെയിൽസ് കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. അതായത് ആ ഒരൊറ്റ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മേലെ തന്നെ ഒരുപാട് സെയിൽസ് ആണ്. 1 ഇയറിന്റെ മേലെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ഈ ക്രിസ്മസിന്റെയും ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ആ പ്രൊഡക്റ്റ്. അപ്പം അങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാം റിക്വസ്റ്റ് ഞങ്ങൾ 3 ആൾക്കാരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റഗ്രാം ഞാനായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവള് വാട്സാപ്പ് ബിസിനസ് ആയിരുന്നു. ഇവള് രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. സപ്പോർട്ടിംഗ് റോൾ. അതെ, സപ്പോർട്ടിംഗ് റോൾ. അതെ, കുറച്ചുകൂടി ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ വാട്സാപ്പ് നോക്കുക ആ ഒരു രീതിയിൽ.
പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് റിക്വസ്റ്റ് എങ്ങനെ നോക്കിയിട്ടും തീരുന്നില്ല. റിക്വസ്റ്റ് തീരും. അപ്പൊ ഞാൻ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിരിക്കും. ഞാൻ വാട്സാപ്പിൽ നടക്കുന്ന ഞാൻ അറിയുന്നില്ല, കാരണം എന്റെ ഫോണിലില്ല, ഇവർ രണ്ടുപേരെ ഫോണിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇവർ പറയുന്നത്, എന്നോട് പറയട്ടെ വാട്സാപ്പിന്റെ അവസ്ഥ തന്നെയാണ്, നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് കയ്യിൽ നിന്ന് പോവാൻ തുടങ്ങി എന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്കൊക്കെ ഫിസിക്കലി മെന്റലി അതായത് ശരിക്കും മേലുവേദന വരാൻ തുടങ്ങി ഫോണിൽ നോക്കിയിട്ട്. ലിറ്ററലി ഇത് പറയുമ്പോ തമാശയായിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെ വേദന വരാൻ തുടങ്ങി, ബാക്ക് പെയിൻ വരാൻ ഡോക്ടർ അടുത്ത് പോയി. കാരണം എനിക്ക് ഇവിടെ മസിൽ സ്ട്രെയിൻ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഗുഡ് പ്രോബ്ലം ടു അങ്ങനെ വല്ലാത്തൊരു പ്രോബ്ലം ആയി പോയി. ഇതൊരു തവണ വരണം ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചു. വന്നപ്പോ മനസ്സിലായി. ഒരു 2 weeks കഴിഞ്ഞപ്പോ ഞങ്ങൾ ആ ഒരു ആഗ്രഹമൊക്കെ ഒന്ന് കുറച്ച് കുറയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇനി ഞങ്ങൾ തന്നെ നോക്കി, കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഫുൾ ടൈം തന്നെ കസ്റ്റമർ എടുത്ത് ചാറ്റ് ചെയ്യാ മാത്രം നടക്കുന്നത്. പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ പ്രൊഡക്റ്റിന്റെ ഡിസൈനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. വേറെ ഒരു അതല്ല, നമ്മളിപ്പോ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാറില്ല, നമ്മൾ രണ്ടാളായിരിക്കും അതിന്റെ ഇടയ്ക്ക് വേറൊരു വലിയ പണി കിട്ടി ഞങ്ങൾക്ക്. അതായത് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ വരുന്ന റിക്വസ്റ്റ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ എന്നിട്ട് ഇവള് പ്രൈമറി നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരേ ടൈമിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രൈമറി, റിക്വസ്റ്റ്, ജനറൽ, അങ്ങനെ 3 സെക്ഷൻ ഉണ്ട്. അതാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോ ഒരേ ടൈമിൽ റിക്വസ്റ്റ് നോക്കുന്നുണ്ടാവും ഒരാൾ ഇപ്പുറത്ത് പ്രൈമറിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ആക്ഷൻ ബ്ലോക്ക് കിട്ടി. ആക്ഷൻ ബ്ലോക്ക് കിട്ടിയപ്പോൾ വിചാരിച്ചു ഓക്കെ ഒരു 24 hour 48 hour ഒക്കെ ആയിരിക്കുന്നു. പക്ഷെ അത് 1 week ആയിരുന്നു അല്ലേ, 7 days ആയിരുന്നു. ഡെയിലി രാവിലെ എണീക്കും, ആക്ഷൻ ബ്ലോക്ക് മാറിയോ നോക്കും, ഒരു ഓപ്ഷനും ഇല്ല കസ്റ്റമേഴ്സ് റിപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മളൊരു പോസ്റ്റ് ഇട്ടു, സ്റ്റോറി ഇട്ടു, ഇങ്ങനെ ബ്ലോക്കിലാണുള്ളത്, അപ്പൊ എന്തെങ്കിലും ഏർജന്റ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ. പക്ഷെ അപ്പോഴും ഇത് കാണാതെ പോയ കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോണ്ട് നമ്മൾ മേലെ മെസ്സേജ് കാണും, പക്ഷെ റിപ്ലൈ കൊടുക്കാം. പിന്നെ വാട്സാപ്പിൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് അറിയില്ല ഇയാൾ എന്താ ഓർഡർ ചെയ്തത് എന്താണ് എന്നുള്ളത് ട്രാക്കില്ല. ഇല്ല, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ക്ലോസ് ആയ ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഉണ്ടാവുക. അപ്പം ആ ഒരു 1 week കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മള് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി മുതൽ ഈ പരിപാടി നടക്കൂല എന്നുള്ളത് മനസ്സിലായി. സോ സോഷ്യൽ ബ്ലോക്ക് വരാൻ കാരണം എന്തായിരുന്നു ഐഡിയ ഉണ്ടോ? നമുക്ക് ഒരു നേരത്തെ പറഞ്ഞല്ലോ സെറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്, ആ റീല് നല്ല രീതിയിൽ ഹിറ്റായി. അപ്പം അത് കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒരുപാട് മെസ്സേജസ് വന്ന്. അപ്പം അതിനെല്ലാം നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത്. അപ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പ്രോപ്പറായിട്ട് നമുക്ക് അത് അറിയില്ലായിരുന്നു. അപ്പൊ ഇരുന്ന് ഓക്കെ വരുന്നതിനനുസരിച്ച് വേഗം കൊടുത്ത് പിന്നെ ആ സമയത്ത് ഒരു ട്രിപ്പും പോയില്ലേ നിങ്ങളന്ന്? ഞാൻ വാരണാസി പോയി, ഇവര് തായ്ലൻഡ് പോവാൻ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ എല്ലാം കൂടെ അപ്പൊ നമ്മളൊരു സ്ഥലത്തായിട്ട് ഇതൊരാളെ കൊണ്ടാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരുന്നല്ലോ എന്നുള്ളൊരു ട്രിപ്പിന്റെ വഴിക്ക് നടക്കുന്നുമില്ല, എന്നാ ഇവിടെ എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ കൂടെ അങ്ങനെ മനസ്സിലായി ഇതിനി ഞങ്ങളെ കയ്യിൽ അല്ല. പക്ഷെ എന്നാലും ആ ബ്ലോക്ക് വന്നതിന് ഒരു എക്സാക്ട് റീസൺ കിട്ടിയോ? ബ്ലോക്ക് വന്നതിന്റെ എക്സാക്ട് റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരേ ടൈമിലാണ് പ്രൈമറിയിലും റിക്വസ്റ്റിലും റിപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഡിഫറെന്റ് ഫോൺസിൽ. അപ്പൊ ടെക്നിക്കലി നോക്കുമ്പോൾ ഒരു മനുഷ്യന് പറ്റാത്തൊരു സാധനമല്ല, 2 ഫോണിലാണെന്നുള്ളതാണെങ്കിലും, പക്ഷെ ഒരു ചാറ്റ് ബോട്ടിനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു സാധനം. സെക്കൻഡ് തിങ് ഈ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ നേരെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ആ ഷോർട്ട് കട്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്, ആ ഷോർട്ട് കട്ട്സിന് വെച്ചിട്ടാണ് റിപ്ലൈ പോകുന്നത്. അല്ലാതെ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജസ് കുറവാണ്. പോയിക്കൊണ്ടേയിരിക്കും, ഒരു ഗ്യാപ്പ് ഇല്ലാതെ, ഒരു മനുഷ്യൻ ചെയ്യുന്നതിന്റെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒബ്വിയസ്ലി ഇൻസ്റ്റാഗ്രാമിൽ തോന്നിയിട്ടുണ്ട് അവരെന്തോ കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സാധനം തോന്നി. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇനിയിപ്പോ നമ്മളെ കയ്യിൽ നിൽക്കില്ല, എന്തെങ്കിലും വകുപ്പ് ഉണ്ടാക്കണം. ആ പണി കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇപ്പോഴും ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നതാണ്. ഞങ്ങൾക്ക് തന്നെ സ്വന്തം ബേബി ആണല്ലോ, നമുക്ക് തന്നെ ചെയ്യണം. ഇത് ഞങ്ങൾ നോക്കിയാലേ ശരിയാവും, ഞങ്ങളെ കൊണ്ട് ഓർഡേഴ്സ് ക്ലോസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്ക്. ഈ ഓർഡേഴ്സിന്റെ മാത്രമല്ല, ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാം ഞങ്ങൾ കസ്റ്റമറിന്റെ ഒരു ടീമായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയട്ടോ, ടീം ഞങ്ങൾ തന്നെ, ഡെലിവറി ബോയ് ഞങ്ങൾ തന്നെ, അതൊക്കെ എനിക്കതെ ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ നോക്കി കഴിഞ്ഞാലും ഞങ്ങൾ ഒരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഞങ്ങൾക്ക് അത് നോക്കണം. ഇപ്പോഴാണെങ്കിലും എല്ലാ ഫൗണ്ടേഴ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കസ്റ്റമർ വിളിച്ച് ചീത്ത അറിയും, എന്റെ സമയത്തിന് സാധനം എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ കുറെയൊക്കെ കേൾക്കും, കുറെയൊക്കെ കേട്ടിട്ട് ഞാൻ പറയും ഞാൻ ഒരു മിനിറ്റ് കസ്റ്റമർ കെയറിന് മാനേജറെ വിടാം, അതിന്റെ ഞാൻ തന്നെ വീണ്ടും വിളിക്കൂ, സൗണ്ടൊക്കെ ഒന്ന് മാറ്റി
യെസ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നില്ലെങ്കിൽ ഞാൻ പറയും ഓക്കെ ഞങ്ങളെ ക്വാളിറ്റി ചെക്ക് മാനേജറിന്റെ ദേ വിൽ കോൾ യു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സാധനത്തിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാനേജറിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ എനിക്ക് തോന്നില്ല അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ള ആളെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ, ഇവര് ശരിക്കും ചെയ്യോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ അത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തോണ്ട് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഭയങ്കര നല്ല ആളാ. അതായത് അയാൾക്ക് ഇത് ഫുൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസം, നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൊടുത്തു. ഹാൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ പിന്നെ ഉള്ള ജേണി എങ്ങനെയാണ്? നിങ്ങൾ കുറച്ച് കസ്റ്റമർ സർവീസിൽ ആളെ കയറ്റി, ഒന്ന് കയറ്റി, പിന്നെ ഇപ്പൊ എത്ര ആൾക്കാർ നിങ്ങൾക്ക്? ഈ 15 ആൾക്കാരിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്? പിന്നെ ഞങ്ങളൊരു മെയിൻ ക്രൈസിസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓർഡേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് ഫാബ്രിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ അപ്പോഴും ഇങ്ങനെ എന്താ പറയാ ടൈലേഴ്സിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സീസൺ വരുമ്പോ ഓരോരോ സ്വഭാവം കാണിക്കും, ഓരോരോ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വൻ സീസൺ പറയുമ്പോ ഞങ്ങൾ അത്രയും കാലം ഞങ്ങളെ പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് ഒരു ജീവിച്ചിട്ടുണ്ടാവാ. പക്ഷെ സീസൺ വരുമ്പോ ഓരോരോ സ്വഭാവം പുറത്തെടുക്കും. ഒരു പറയും ഇന്റെ കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് ഓരോ കൂടെ നോക്കണം എന്നുള്ള ഒരു സാധനം പച്ചക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു 2-3 സീസൺ കഴിഞ്ഞപ്പോ പിന്നെ മനസ്സിലായി ഇത് യൂണിറ്റ് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത്. യൂണിറ്റിന്റെ ഒക്കെ നമ്മൾ ഇത്രയും യൂണിറ്റിൽ അടക്കട്ടെ, നിങ്ങൾ സാലറി എപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയേ? യൂണിറ്റ് ആയതിനു ശേഷം. യൂണിറ്റ് അതിന് ശേഷം സാലറി എടുക്കാനല്ലേ ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ എടുക്കും. സാലറി ഇല്ലാത്ത ഒരു പരിപാടിയില്ല. 6 months എടുത്തിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് മന്ത്ലി വൈസസിൽ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയത് ഒരു 6 monthsന് ശേഷമായിരിക്കും. ആ ഒരു 6 months ഒക്കെ ആകുമ്പോൾ കുറച്ച് സെയിൽസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ വിചാരിക്കും, അതായത് മന്ത്ലി വൈസ് അല്ല, ഇപ്പൊ കുറച്ച് നല്ല സെയിൽസ് ഉണ്ടെങ്കിൽ ഓക്കെ ഒരു 10,000 വെച്ചിട്ട് എടുക്കാല്ലേ 3 ആൾക്കാർക്ക് എന്ന് പറയും, അങ്ങനെ എടുക്കും. പക്ഷെ അതിപ്പോ ഇന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റിയ ഒരു 2-3 months ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ അതൊരു 6 months കഴിഞ്ഞ റെഗുലർ ആയിട്ടോ. വെരി ഗുഡ്. എല്ലാ മാസവും കൂട്ടുണ്ടോ? കൂട്ടുന്നുണ്ട്. അതുമല്ല ആക്ച്വലി ഇത് ഞങ്ങളെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഇത് പ്രൈമറി സോഴ്സ് ആണ്. ഇപ്പൊ പ്രൈമറിയാണ്. വരണം, ഇത് വന്നില്ലെങ്കിൽ പ്രശ്നമാവും. മറ്റേത് വേണ്ട, ഇത് വരട്ടെ എന്ന് പറയും. ഓക്കെ. അപ്പൊ നിങ്ങള് പ്രൊഡക്ഷൻ യൂണിറ്റ്, അപ്പൊ സീസൺ വരുമ്പം നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, കസ്റ്റമേഴ്സ് സെർവ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് വെച്ചാല് ഞങ്ങള് 4 ഭാഗത്ത് ഓടാൻ തുടങ്ങും. പക്ഷെ ബുദ്ധിമുട്ടാണ്. 4 ഭാഗത്ത് ഞങ്ങൾ ഓടി ഓടി എങ്ങനെയെങ്കിലും എത്തിക്കും കസ്റ്റമറെ കയ്യിൽ. പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങളെ കൊറിയർ പാർട്ട്ണറെ കയ്യിൽ കൊടുത്തയക്കാൻ പറ്റാതെ ഞങ്ങൾ KSRTC ബസ്സിലൊക്കെ കൊടുത്തയച്ചിട്ടുള്ള ടൈം ഉണ്ട്. കൊറിയർ പാർട്ട്ണർ ബിസി ആവണോ? അല്ല, കൊറിയർ പാർട്ട്ണർ ഇപ്പം ഇന്ന് അയച്ചാല് നാളെയാണ് എത്തുക. പക്ഷേ കസ്റ്റമർക്ക് ചിലപ്പം നാളെ എത്തുന്ന പറയുമ്പോൾ നാളെ ഉച്ചക്ക് എത്തുന്ന അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആയിരിക്കും എത്തുക. കസ്റ്റമർക്ക് നാളെ രാവിലെ വേണ്ടി വരും. പിന്നെ ഈ കൊറിയർ പാർട്ട്നേഴ്സിനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസൺ ആവുന്ന സമയത്ത് റിലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതെ, അവർക്ക് ട്രക്ക് പോവാത്ത ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഒരു റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് KSRTC. കണ്ടക്ടറിന് കൊടുക്കുവോ? ഡെലിവറി സർവീസ് ഉണ്ട് ഇപ്പൊ 24 hour ആണ്. അങ്ങനെയല്ല, ചില ഹബ്ബുകളിൽ ഇപ്പം വൈറ്റില അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇവർക്ക് 24 hours ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ ഇന്ന് രാത്രി പോയ സാധനം നാളെ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, നമ്മളവിടെ പോയി കളക്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോവാ. അവിടെ ഒരു ഓഫീസ് ഉണ്ട് KSRTCന്റെ. പ്രോപ്പർ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് സിസ്റ്റം ത്രൂ തന്നെയാണ് ഇത് പോകുന്നത്. കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് നോർമലിന്. സ്ലിപ്പ് തരും. പക്ഷെ ഫാസ്റ്റ് ആവും, ഡെലിവറി ഫാസ്റ്റ് ആവും. ഒരു 16 hours കേരളത്തിൽ എവിടെ വേണമെങ്കിലും പിന്നെ ഈ കൊറിയർ പാർട്ട്ണർ ഒരു പ്രശ്നം എന്ന് വെച്ചാല് മേ ബി അവരും ബിസി ആവുന്നോണ്ടായിരിക്കും. ഇപ്പൊ കേരളത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇപ്പം കൊല്ലം വരെയൊക്കെയുള്ള നമ്മൾ ഇന്ന് അയച്ച നാളെ തന്നെ എത്തും. പക്ഷെ ഈ സെയിം സാധനം സീസൺ ആകുമ്പോൾ ഇന്ന് അയച്ചാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് എത്തും. ഇപ്പൊ എടുത്തിട്ടുള്ള ഒരു കേസാണ്. ഇപ്പൊ ഒരു സാധനം അയച്ച് സാധാരണ എത്തുന്ന നാളെ എത്തും, ഈവൻ മറ്റന്നാളെത്തും. ഇതെന്ന് പറഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് എന്തോ ആണ് കൊല്ലത്തേക്ക് എത്തുന്നത്. അങ്ങനത്തെ ഇത് നല്ലൊരു ഹാക്ക്. KSRTC എങ്ങനെ കണ്ടുപിടിച്ച്? എല്ലാം ഞങ്ങള് തപ്പി കണ്ടു, പൊറുതി മുട്ടിച്ച് അതല്ല, നമ്മൾക്ക് ഇപ്പം ഒരു പ്രശ്നം വന്നാൽ സൊല്യൂഷൻ എങ്ങനെയെങ്കിലും കണ്ടെത്തണല്ലോ. അപ്പൊ സൊല്യൂഷന്റെ ഭാഗം എടുത്തൊക്കെ നമ്മളെ അടുത്തേക്ക് എത്തും. പിന്നെ ആദ്യമൊക്കെ നമ്മൾ തന്നെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇതൊക്കെ കൊടുക്കുന്നത്. KSRTC ഭയങ്കര തിരക്കാണ്, ക്യൂലൊക്കെ നിന്ന് കൊതുകടിയൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഇത് കൊടുത്തയച്ചിട്ടുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഡെലിവറി പാർട്ട്നേഴ്സും അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഇതൊരു കാര്യം കൊടുത്താൽ അത് തീർത്തിട്ടേ വരുള്ളൂ. പിന്നെ ഇപ്പൊ ഡെലിവറി ബോയ് ആയി ഞങ്ങൾ, പിന്നെ അവര് പോയിട്ട് നിന്നോളും, അവര് പോയി ചെയ്യിപ്പിച്ചോളും. ഓക്കെ.
അപ്പൊ പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ്, അപ്പൊ ഡെലിവറി നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ യൂണിറ്റിലായിരുന്നു നമ്മൾ സംസാരം തുടങ്ങി. പ്രൊഡക്ഷൻ യൂണിറ്റ് അതാണ്. അപ്പൊ സീസൺ ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇനി അടുത്ത സീസണിലെങ്കിലും യൂണിറ്റ് സ്വന്തമായിട്ടില്ലെങ്കിൽ ഇത് നടക്കൂല എന്നുള്ളൊരു സാധനം തോന്നി തുടങ്ങി. അപ്പം അങ്ങനെയാണ് നമ്മള് കുറെ സ്ഥലം അന്വേഷിച്ചു. കാരണം ഞങ്ങൾക്കും കൂടെ എല്ലാവർക്കും ആക്സസിബിൾ ആണോ, അങ്ങനെ ഓൾറെഡി ഒരാൾ മലപ്പുറമാണ്, രണ്ടുപേര് കോഴിക്കോടാണ്. പിന്നെ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളും ടൗണിലാണ്. കാരണം ഡൈ കാര്യങ്ങളൊക്കെ സെന്ററിൽ ഡൈ പറഞ്ഞത് കളർ ചെയ്യല. അപ്പൊ നിങ്ങൾ ഇതിപ്പോ ഡൈഡ് ആണ്. ഇത് ഡൈഡാണ്. ഓ അങ്ങനെയാണ് ഈ പരിപാടി നടക്കുക അല്ലേ? നോർമലി അങ്ങനെയാണോ? അല്ലാണ്ട് കളർ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. ഇവളതാണ് മെയിൻ കളക്ഷൻസിന്റെ മെയിൻ സാധനമാണ്. ഓൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഓൾ ഏത് കളറിലാണെങ്കിലും കസ്റ്റമേഴ്സിന് കൊടുക്കും. കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറിലേക്ക് ചെയ്യാനുള്ള. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഡ്രസ് കോഡ്സ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ സുഖാണ് ഇവളുടെ കളക്ഷൻസ് വരുന്ന സമയത്ത്. മനസ്സിലായി. ഓ അങ്ങനത്തെ ഒരു ബിസിനസ് മോഡൽ ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റ് വീണ്ടും തെന്നി മാറി. അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇല്ലാതെ പരിപാടി നടക്കില്ല. അപ്പൊ ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം ടൗൺ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫാബ്രിക് വരും, ഫാബ്രിക് എടുത്ത് യൂണിറ്റിൽ എത്തിക്കണം, പിന്നെ യൂണിറ്റിൽ നിന്ന് ഡൈ ചെയ്യാൻ, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അപ്പം അങ്ങനെ ആലോചിച്ച് പിന്നെ ഇവൾക്ക് ഓൾറെഡി ഇവള് മലപ്പുറത്തായതുകൊണ്ട് ഇവളെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവള് മലപ്പുറം, അതായത് എപ്പോഴും കോഴിക്കോടേക്ക് വരാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഇവൾക്ക് ഓൾറെഡി അവിടെ ഒരു വർക്കറും കാര്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആളെ തന്നെ, കാരണം ഇവൾക്ക് ഓൾറെഡി റിലൈ ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ദിവസം മലപ്പുറത്ത് പോയി. അരീക്കോടല്ല മഞ്ചേരി. നമ്മളത് എടവണ്ണപ്പാറ ആയിരുന്നു ഇയാളുണ്ടായിരുന്നു. ഞാനും എന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് തന്നെ പോലെയായിരുന്നു. എടവണ്ണപ്പാറ ഞങ്ങളും അല്ല, ഞാൻ അരീക്കോടാണ്. അരീക്കോട്. യെസ്. അപ്പൊ എടവണ്ണപ്പാറ പോയി മൂപ്പരെ മീറ്റ് ചെയ്തു. മാസ്റ്റർ ആണ്, കട്ടിംഗ് മാസ്റ്റർ ആണ്. മാസ്റ്ററെ മീറ്റ് ചെയ്തു, മാസ്റ്ററെ വർക്കേഴ്സിനെ മീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരെല്ലാരും കൂടെ പൈസ കൊടുത്ത് ഇങ്ങോട്ടേക്ക് പോകും. ഓരോ സാധനങ്ങളും നമ്മൾ എടുത്തു. അതായത് മെഷീൻസ് സാധനങ്ങളൊക്കെ അവരെടുത്ത് എടുത്തു. അല്ല ഡൈയിങ് അല്ല, സ്റ്റിച്ചിങ് ആണ് അവര്. അല്ല ഡൈയിങ് ഞാൻ മനസ്സിലായി. മീൻസ് എങ്ങനെ നിങ്ങൾ എടുത്തു? അവർക്ക് ഓൾറെഡി ബിസിനസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പം ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇവിടുത്തെ ടൈലറിന് ഇത്ര നമ്പർ എന്നുള്ള കാര്യം ഉണ്ടല്ലോ. പിന്നെ എനിക്കിത് സാധനങ്ങൾ അയക്കാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് എത്തിയിട്ട് എനിക്ക് കാണണമല്ലോ ഇത് ഫസ്റ്റ് ഒക്കെ അയക്കുമ്പോ. അപ്പൊ അങ്ങനെ ഇയാളെ അവിടെ ഞാനൊരാളെ കണ്ടെത്തി, അയാൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഇവരും ഇവിടെ റഷുള്ള സമയത്ത് അങ്ങോട്ടേക്ക് അയച്ചു തരും. അങ്ങനെ ഇതാക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അയാളെ തന്നെ എടുക്കാന്നുള്ള ഒരു ഇതില് നിങ്ങളുടെ മെയിൻ ജോബ് വരുത്. പുറത്തുനിന്ന് എടുക്കുന്നത് തന്നെയായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആളായിരുന്നു. പുറത്തത് പിന്നെ നമ്മള് പുറത്താണ് കൊടുക്കുന്നോണ്ട്. അല്ല സ്റ്റാർട്ടിങ്ങിൽ മൂപ്പര് പുറത്തുനിന്നൊക്കെ എടുക്കുന്നതാണ്. പിന്നെ ഇവളത് കൊടുക്കുകയാണെങ്കിൽ ഇവളത് മാത്രമായി. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, എന്റെ കൂടെ 2 പാർട്ട്നേഴ്സും കൂടെ ഉണ്ട്, ഓര് വന്ന് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആൾക്കാരും കൂടെ പോയി കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങള് അത് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് യൂണിറ്റിന്റെ ലൊക്കേഷൻ ആയിരുന്നു കിട്ടി? യൂണിറ്റിന്റെ ലൊക്കേഷൻ ഞാൻ കാരപ്പറമ്പാണ് എന്റെ വീട് വരുന്നത്. അപ്പം എന്റെ അച്ഛൻ അത്യാവശ്യം ആ ഒരു ഏരിയയിലൊക്കെ പൊതുവെ അങ്ങനെ ഹോൾഡ് ഉണ്ടാവും. അപ്പം കുറെ അറിയുന്ന ബിൽഡിങ്സ് ഉണ്ട്, ഓഫീസ് സ്പേസസ് ഞങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് വന്നു. ഒരു പുതിയ ബിൽഡിംഗ് അവിടെ ഓപ്പൺ ആവായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടു. ഇതുപോലെ അവിടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു അതും പെട്ടെന്ന് ഒരു ഷിഫ്റ്റിംഗ് തന്നെയായിരുന്നു. ഒരുപാട് ടൈമൊന്നും അതിന്റെ ബാക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 1 വീക്ക് അങ്ങനെയൊക്കെ 1 വീക്കിന്റെ ഉള്ളിൽ എടവണ്ണപ്പാരെല്ലാവരും ഇങ്ങോട്ട് മാറിയോ? കൊണ്ടുവന്നു. നോർത്ത് ഈസ്റ്റ് ആയിരുന്നു. അതാണ് മാറ്റം. പിന്നെ അവർക്ക് ഒരു സ്പേസ് അക്കോമഡേഷൻ എവിടെ കിട്ടിയാലും ഓക്കെയാണ്. അല്ല നമ്മൾ അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല ഇവര് സാധാരണ നോർത്ത് ഈസ്റ്റിനെ പോലെ അല്ലായിരുന്നു. എവിടെ കിട്ടിയാലും ഒന്നല്ലായിരുന്നു. ഞങ്ങള് കുറച്ച് ആദ്യം ഒരു വീടെടുത്ത് പിന്നെ അത് അവർ മാറ്റി കുറച്ചും കൂടി സൗകര്യമുള്ളത്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി. പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി നിങ്ങൾക്ക് ഈസിയായി.
അപ്പം ഇതിനൊരു കപ്പാസിറ്റി ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം പ്രൊഡക്ഷൻ യൂണിറ്റിലെ ആൾക്കാരാണോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ? പ്രൊഡക്ഷൻ നിങ്ങൾ ചാറ്റ് ഏജന്റിനെ സോഷ്യൽ മീഡിയ മാനേജർ ഹയർ ചെയ്തു, അവര് വർക്ക് ഫ്രം ഹോം. ബാക്കി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കി 15 പേര് എങ്ങനെയാണ്? 15 പേരാവുന്നത് നമുക്ക് എംബ്രോയിഡറി വരുന്നുണ്ട്, ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, പിന്നെ ഡൈയിങ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ കൊടുത്തേക്കില്ല? അല്ല, ഡൈക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് അല്ല, ഡൈക്ക് കൊടുത്തയക്കലാണ് ആള്. പക്ഷെ ഈ ഹാൻഡ് വർക്ക് പിന്നെ എംബ്രോയിഡറി ഒക്കെ നമുക്ക് തന്നെ ഹൗസിൽ ആളായി. പിന്നെ അതുപോലെ സ്റ്റിച്ചിങ്ങിന് തന്നെ ഒരു 5 ആൾക്കാർ വരുന്നുണ്ട്. മാസ്റ്റർ കട്ടിങ് അല്ലാതെ ബാക്കി ഒരു 3-4 പേര് സ്റ്റിച്ചിങ്ങിന് വരുന്നുണ്ട്. പിന്നെ ഡെലിവറി ബോയ്സ്, ഓഫീസ് അസിസ്റ്റന്റ്. നമ്മളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 10 സ്റ്റാഫിനെ എടുത്തിട്ട് ചെയ്യാന്നുള്ളതല്ല. ഓക്കെ, ആദ്യം നമുക്ക് ഒരു 2 സ്റ്റാഫിനെ എടുത്തിട്ട് ഇത് റൺ ചെയ്യാം, എന്നിട്ട് അതിനനുസരിച്ച് ആൾക്കാരെ കൂട്ടിക്കൂട്ടിയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഹയർ ചെയ്ത ആൾക്കാരൊന്നും നമ്മൾ ഇതുവരെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടില്ല കേട്ടോ. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരാളതും ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോപ്പർ എന്താ പഠിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തന്നെ അറിയില്ല, അവരാണ് നിങ്ങളെക്കാൾ എക്സ്പേർട്ട് ആ ഒരു പർട്ടിക്കുലർ. ചില സമയത്ത് അവര് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മാഡം ഇത് ഇങ്ങനെ യൂസ് ചെയ്യണം. നമ്മള് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതിന് ലൈനിങ്ങിന്റെ പോലെ നമുക്ക് ഇതിന് ഈ ലൈനിങ് തന്നെ ഇടണട്ടോ അല്ലെങ്കിൽ കോട്ടൺ ഇടാൻ പറ്റില്ല അങ്ങനത്തെ അവരിപ്പോഴും പറഞ്ഞുതരും. അത് ഇപ്പോഴും ഞങ്ങളൊരു ലേണിംഗ് തന്നെ, ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്സിൽ പോകുന്നു ഞങ്ങളും. അല്ല, അങ്ങനെ തന്നെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു സെഗ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് ചോദിക്കുന്നത്, ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തില്ല എൻ്റെ ഒരു പിന്നെന്താ പറയുക സജഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം, DM ഓട്ടോമേഷൻ ഇതൊക്കെ ആയിട്ട് ഞാൻ വാട്സാപ്പ് ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെ ചെയ്യാന്ന്. പ്ലസ് വെബ്സൈറ്റ് നിർബന്ധം കേട്ടോ. ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ പെട്ടെന്ന് ലോഞ്ച് ചെയ്തോടി. ജനുവരിയിൽ ലോഞ്ച് ഉണ്ടാവും. കാരണം ഇതിന് മുന്നേ ഇനി വെബ്സൈറ്റിൽ അല്ലാതെ പരിപാടി ജനുവരി നാളെ കേട്ടോ. ഹസ്ബൻഡാണ് ചെയ്തോണ്ട് നിൽക്കുന്നത്. അവനൊരു ദിവസം പിടിച്ചിരുത്ത്, ഒറ്റ ദിവസം മതി. നിങ്ങളുടെ ഫുൾ ഫോട്ടോസ് ഇല്ലേ? ഞങ്ങൾക്ക് ഇനി പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും കൂടെ ഉള്ളത്. എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഈ പ്രൊഡക്റ്റ്, അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് അവരില്ല എനിക്ക് വയ്യ. അല്ല, പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ ഒരു ഈസി സാധനം ഉണ്ട്, ബൾക്ക് അപ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഷോപ്പിഫൈ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അല്ല, കോഡ് ചെയ്തതാ. എന്നാ പിന്നെ പണിയാ, എന്നാ പിന്നെ സമയം എടുക്കും. ഓക്കെ, അല്ല ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആണ്. ഇനി നമ്മളെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കാരണം നമ്മളിപ്പം മെയിൻ കാണുന്ന ഒരു സീസൺ ആണ് ഇത്. കാരണം ക്രിസ്മസ് ഞങ്ങൾക്ക് സീസൺ ആണ്, പക്ഷെ ഇതുപോലൊരു സീസൺ നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു സീസൺ ആയിപ്പോയി. ഭയങ്കര ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളെ കൈന്റെ മേലെ പുറത്തേക്ക് പോയ ഓർഡേഴ്സ് ആണ്. അപ്പം അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് വന്നപ്പോഴേ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി അത് വെബ്സൈറ്റ് ആക്കിയില്ലെങ്കിൽ ഇത് ഓൾറെഡി ഞങ്ങൾക്ക് കൊല്ലങ്ങളായിട്ട് സീസൺ ആണ്. 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലമായിട്ട് ഇത് മെയിൻ സീസൺ ആണ്. അല്ല, ഇതെല്ലാരും പറയുന്നേക്കല്ലോ 2 ഈദും ഭയങ്കര സീസണാണ്. അതെ, ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്ന ക്രിസ്മസ് 1 സീസൺ ആയി. ക്രിസ്മസിന് ഇങ്ങനെ സെയിൽ ഉണ്ടാവും ഇങ്ങനെ ഇവിടെ അറിയില്ലായിരുന്നു. ക്രിസ്മസ് ആണ് മെയിൻ സീസൺ ആയത് കഴിഞ്ഞ ഒരു കൊല്ലം വെച്ചേക്കുമ്പോൾ ക്രിസ്മസ് ആയിരുന്നു മെയിൻ സീസൺ. അല്ലെ, ഇപ്പൊ ഞാൻ മൈ ഡെസിഗ്നേഷനുമായിട്ടൊരു ഇത് ചെയ്തിരുന്നു എപ്പിസോഡ്. അപ്പൊ അവര് ഫെസ്റ്റിവൽസ് അക്രോസ് ഇന്ത്യ ആർ സീസൺസ്, അതാണ് അവര് ഫിഗർ ഔട്ട് ചെയ്ത്. അപ്പൊ എല്ലാ മാസവും ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവും. അതെ, ഞങ്ങൾക്ക് അതുപോലെ അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ദീപാവലി 1 സീസൺ ഫസ്റ്റത്തെ പോലെ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലല്ലോ. ഈ കർവ ചൗത്ത് സാധനങ്ങൾ ഇനിയിപ്പോ ഈ 2 ആഴ്ച പൊങ്കലിന്റെ സീസൺ ആണ്. കാരണം ഞങ്ങൾക്ക് ട്രഡീഷണൽസ് ഉണ്ട്. അപ്പൊ ട്രഡീഷണൽസ് പോകുന്ന സീസൺ ആണ് പൊങ്കൽ. ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് വരിക. ഓക്കെ, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ എപ്പിസോഡ് ഏകദേശം എനിക്ക് ഞാൻ കവർ ചെയ്യേണ്ടതൊക്കെ കവർ ചെയ്തു. AI യൂസ് നിങ്ങൾ ഓൾറെഡി മറ്റേ തന്നെ ചെയ്തിട്ടില്ല. AI യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോ എന്തെങ്കിലും AI യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഞാനിപ്പോ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇതിന് സ്ലീവ്സ് ഇല്ല. എനിക്കിത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോ വരുന്ന കസ്റ്റമർക്ക് ഇതിന് സ്ലീവ്സ് വേണ്ടി വരും. അപ്പൊ ഞാൻ ഒബ്വിയസ്ലി ഇതിന്റെ ഒരു സ്ലീവ്സ് ഉള്ള പാറ്റേണിന്റെ ഫോട്ടോ ഉണ്ടോ ചോദിക്കുമ്പോൾ എന്റെ കയ്യിലുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എന്തൊക്കെ. അടിപൊളി. അപ്പം ഞാൻ പോകും ലൈക് ChatGPT ജെമിനി ഏതാ വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് 2-3 എനിക്ക് ഇതിന് ഈ ഡ്രസ്സിന് പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ലീവ്സ് കാണിച്ചു. പിന്നെ അതേപോലെ തന്നെ കളർ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിപ്പോ ബ്ലൂലാണ്, ഇതിപ്പോ റെഡിൽ വരുമ്പോ എങ്ങനെ ഉണ്ടാവും കസ്റ്റമറിന് കാണാനും വേണ്ടിട്ട്. പക്ഷെ കസ്റ്റമർ അടുത്ത് പറയൂട്ടോ ഇത് AI ജനറേറ്റഡ് ആണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക സാധനം പറയും. ഇതിങ്ങനെയാണ് ഉണ്ടാവുക ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാധനം. നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത ഇമേജ് ആണെന്ന് പറയും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങള് ഡ്രസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതിനാണ് കുറച്ചായിട്ടേ ഉള്ളൂ തോന്നുന്നു ഈ ഒരു സാധനം ChatGPT വന്ന ടൈം തൊട്ടിട്ട്.
ഓക്കെ നൈസ്. അപ്പൊ ഇനി അടുത്തത് നിങ്ങൾ പിന്നെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം എത്രയും പെട്ടെന്ന് അല്ലേ? അതാണ് നിങ്ങളെ മേജർ ജനുവരിയാണ് നമ്മൾ വിചാരിക്കുന്നത്. സാധനം. പിന്നെ ഞങ്ങളൊക്കെ കുറച്ചൊന്നും എപ്പോഴും ഡിലേ ആയതുകൊണ്ട് ഇനി പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത ജനുവരി ഞങ്ങൾ ഇത് പറയുന്നുണ്ടോ. ഇനി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. ഇത് ഈ ഓണ്ടർപ്രീനർഷിപ്പിന്റെ പ്രത്യേകത എന്താ അറിയോ? വൺസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ കഴിയില്ല. നീന്തിക്കൊണ്ടേ ഇരിക്കണം. നൈസ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. കുറെ കാലമായി ഞാൻ പിന്നെ അഖിലിനെ വിളിക്കുന്നത്. പെട്ടെന്ന് കഴിഞ്ഞ പോയോ? ഇത് ഓൾറെഡി എനിക്കൊന്ന് 1.5 മണിക്കൂറുണ്ട് അല്ലേ? ഓഡിയൻസ് എടുത്ത് എന്താ തീരാത്തതെന്ന്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തൊരു ലെവലിലേക്ക് എത്തട്ടെ. പ്രോബബ്ലി ഡബിൾ ഓർ ട്രിപ്പിൾ, പ്രോബബ്ലി ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ അതിലൊക്കെ എത്തും. അപ്പൊ നമുക്ക് വീണ്ടും ഇരിക്കാം. ഇനി എന്തൊക്കെ നിങ്ങൾ ചെയ്തു തന്നില്ലേ? താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ. ബൈ. ഓക്കെ.